ഹരേ കൃഷ്ണ. അവൻ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ ആചരിച്ച നരസിംഹ ചതുർദശിയോടനുബന്ധിച്ചിട്ട് നമ്മൾ നരസിംഹ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ് പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതില് നരസിംഹ കവചം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒന്ന് സതി മാതാജി, നമ്മളുടെ കൂടെയുള്ള മാതാജിക്ക് ത്രോട്ടിന് ചെറിയ പ്രശ്നമായിട്ട് സർജറി ഒക്കെ വേണ്ടി വരുവാണ്. അറിയാവുന്ന ശബ്ദമൊക്കെ നമുക്ക് നേരെ ചൊവ്വേ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഭഗവാൻ തരുന്ന ഇന്ദ്രിയങ്ങള്, പഞ്ചേന്ദ്രിയങ്ങളും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളും അതൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാരി മാതാജിയോട് പറയണ്ടല്ലോ അല്ലേ, നമുക്ക് ഓരോ അവയവങ്ങളും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണല്ലേ ഭഗവാൻ തരുന്ന. അതിലൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണല്ലേ അത്. ഇപ്പം വായു നമുക്ക് അനസ്യൂതൻ ഇപ്പൊ ടാക്സ്. ഇത് എനിക്ക് ഹരേ കൃഷ്ണ, എനിക്ക് ഇത് വന്നേ പിന്നെ ഒരു കീർത്തനം പോലും എനിക്ക് ഒന്നും ഈണത്തിൽ ചൊല്ലാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഹരേ കൃഷ്ണ പോലും ചൊല്ലാൻ പറ്റുന്നില്ല. നമ്മൾ പരിശ്രമിച്ചാലും അത് വരത്തില്ല ഒന്നും. വരുന്നില്ല. അതാണ് അതെന്ത്? ഇപ്പം നമുക്കറിയാം, വായു നമുക്ക് ഇഷ്ടാനുസരണം ടാക്സ് ഇല്ലാതെ വായു കിട്ടുന്നുണ്ട് അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഭഗവാന്റെ എനർജിയാണ്. അതുപോലെ തന്നെ വെള്ളം, അതേപോലെ ഓരോ സാധനങ്ങളും നമുക്ക് ഇഷ്ടാനുസരണം കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കൊണ്ടിരിക്കും. അത് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള അതിന്റെ വില അറിയത്തില്ല. അപ്പൊ നമുക്കിത് തരുന്ന ആളെ നമ്മൾ ഒരു നന്ദി പോലും പറയുകയില്ല. ഇഷ്ടാനുസരണം ഒരു ടാക്സും ഇല്ലാതെ നമ്മൾ അനസ്യൂതം നൽകിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് ചെറിയ പ്രശ്നം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുപോലെ നമ്മൾ അതുകൊണ്ട് നരസിംഹ ഭഗവാന്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണകുമാരി മാതാജി, സതി മാതാജിയുടെ ത്രോട്ടിന്റെ ഇഷ്യൂ സർജറിയൊക്കെ ഇല്ലാതെ പരിഹരിക്കാനും, അതുപോലെ തന്നെ എൻ്റെ ചേച്ചി, മൂത്ത ചേച്ചിക്ക് അതുപോലെ തന്നെ മുട്ടിന് തേയ്മാനം ഒക്കെ ആയിട്ട് അനങ്ങാൻ വയ്യാതെ ഇരിക്കുകയാണ്. അപ്പം ആ ചേച്ചിക്കും വേണ്ടിയിട്ടും ഞാൻ കൂടെ നമ്മളെ നരസിംഹ കവചം ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഉള്ളവർ, കയ്യിലുള്ളവർ എടുക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ശ്രീ ശ്രീ രാമാനുജാചാര്യ നരസിംഹ കവചം വക്ഷേ പ്രഹ്ലാദേനുദിനം പുരാ സർവരക്ഷാകരം പുണ്യം സർവോപദ്രവനാശനം സർവസമ്പത്കരം ചൈവ സ്വർഗമോക്ഷപ്രദായകം ധ്യാത്വാ നരസിംഹം ദേവേശം ഹേമസിംഹാസനസ്ഥിതം വിവൃതാസ്യം ത്രിനേനം ശരദിന്ദു സമപ്രഭം ലക്ഷ്മ്യാലിംഗിതവാമാങ്കം വിഭൂതിരുപാശ്രിതം ചതുർഭുജം കമലാംഗം സ്വർണകുണ്ടല ശോഭിതം ഊരോജശോഭിതോരസ്കം രത്നകേയൂരമുദ്രിതം തപ്തകാഞ്ചന സംകാശം വേദനിർമ്മലവാസസമിന്ദ്രാദീസുരമൗലിസ്താസ്ഫുരൻ മാണിക്യദീപ്തിഭി വിരാജിത പദധ്വന്തം ശംഖചക്രാദിഹേതിഭി ഗുരുത്മദാസമനിയം സ്തൂയമാനം മുദാനിതം സുഹൃത്കമല സംവാസം കൃത്വാദു കവചം പടേന്ദ്ര സുമോമേശ്വരോപാദു ലോകരക്ഷാത്മസംഭവാം സർവഗോപി സ്തംഭവാസാഫാലം മേ രക്ഷതു ധ്വനി നൃത്തുമുഖോ മേ ദൃശോപാദു തോമസൂര്യാഗ്നിലോചന സ്മൃതി മേ പാദു നൃഹരി മുനിവർയാസ്തുതി പ്രിയാനാസാമേ സിംഹനാസസ്തു മുഖം ലക്ഷ്മി മുഖം പ്രിയ സർവവിദ്യാധിപ പാദു നൃസിംഹോരസനാമവത്രം പാദു ഇന്ദുവദന സദാ പ്രഹ്ലാദ വന്ദിത നൃസിംഹ പാദുമേ കണ്ഠൗ സ്കന്ധൗ ഭൂകരണാന്തകൃത് ദിവ്യാസ്ത്ര ശോഭിത ഭുജോ നൃസിംഹ പാദമേ ഭുജോ കരോമേ ദേവവരദോ നൃസിംഹ പാദു സർവദാ ഹൃദയം യോഗി സാധ്യാശ്ച നിവാസം പാദുമേ ഹരി മധ്യം പാദു ഹിരണ്യാക്ഷാവശകുഷീവധാരണ നാഭിം മേ പാദു നർഹരി സ്വനാഭി ബ്രഹ്മ സംസ്തുത ബ്രഹ്മാണ്ഡകോടയ കഠ്യാമ്യസ്യാസ്തു പാദു മേ കടിം ഗുഹ്യം മേ പാദു ഗുഹ്യാനാം മന്ത്രാണാം ഗുഹ്യരൂപദൃഗ് ഗുരു മനോഭവ പാദു ജാനൂനി നരരൂപദൃഗ് ജംഗേ പാദു ധരാഭാര ഹർത്തായോസു നൃഗേ ശ്രീ സുരരാജ്യ പ്രദ പാദോ പാദോ മേ നൃഹരീശ്വര സഹസ്രാശീർഷ പുരുഷ പാദു മേ സർവശസ്തനം മഘോഗ്ര പൂർവത പാദു മഹാവീരോഗ്രജോജ്ഞത മഹാവിഷ്ണുർ ദക്ഷിണേസ്തു മഹാജാലസ്തു നൈരുത്യോ പശ്ചിമേ പാദു സർവേശോ ദിശി മേ സർവതോമുഖാം നൃസിംഹപാദുവായവ്യം സൗമ്യാം ഭൂഷണ വിഗ്രഹ ഈശാന്യം പാദു ഭദ്രോ മേ സർവമംഗളദായക സംസാര ഭയദ പാദു മൃത്യോ മൃത്യുനികേ ശ്രീദം നൃസിംഹകവചം പ്രഹ്ലാദാമുഖമണ്ഡിതം ഭക്തിമാന്യപ്പടേ നിത്യം സർവപാപ പ്രമുച്യതേ പുത്രമാൻ ധനവാൻ ലോകേ ദീർഘായുർപജായതേ യം യം കാമ്യതേ ഏകാമന്തം തം പ്രാപ്നോതി സംശയം സർവത്ര ജയമാപ്നോതി സർവത്ര വിജയീ ഭവേത് ഭൂമിയന്തരിക്ഷ ദിവ്യാനാം ഗ്രഹാണാം വിനിവാരണം നിർച്ചിഘോരക സംഭൂത വിഷാപഹരണം പരം ബ്രഹ്മരാക്ഷസേഷാണാം ദൂരോത്സാരണ കാരണം ദുർജയവാദാലപത്രേവാ കവചം ലിഖിതം ശുഭം കരോമൂലേ ധൃതം യേന സിദ്ധയേ കർമ്മസിദ്ധയേ ദേവാസുരമനുഷ്യേഷു സംസമേവാജയല്ലഭേത് ഏകസന്ധ്യം ത്രിസന്ധ്യം വാ യപടേ നീരോ നരഃ സർവമംഗളമാംഗല്യം ബുദ്ധിമുക്തിം ച വിന്ദതി ദ്വാദരം സഹസ്രാണി പഠേത് ശുദ്ധാത്മനാ നൃണാം കവചസ്യാസ്യ മന്ത്രസ്യ മന്ത്രസിദ്ധി പ്രജായതേ അനേന മന്ത്രരാജ്യേണ കൃത്വാ ഭസ്മാഭിമന്ത്രണം
തിലകം വിന്യസേത് യസ്തു തസ്യാഭയം ഹരേ ത്രിവാരം ജപമാനസ്തു തം വാര്യാഭിമന്ത്രച പ്രാശ്ചേദ്യോ നരോ മന്ത്രം നൃസിംഹധ്യാനമാചരേ തസ്യ രോഗപ്രണശാന്തി ഏജസ്യ കുഷി സംഭവാം ഗർജന്തം ഗർജയന്തം നിജഭുജപടലം സ്ഫോടയന്തം ഹഠന്തം രൂപേന്തം താപയന്തം ദിവിഭുരിജിതം ശേവേന്തം ശിവന്തം ക്രന്ദന്തം രോഷയന്തം ദിശി ദിശി സതതം സംഹരന്തം ഭരന്തം വീക്ഷന്തം ഘൂർണയന്തം ശരനികർഷതീർ ദിവ്യസിംഹം നമാമി ഗർജന്തം ഗർജയന്തം നിജഭുജപടലം സ്ഫോടയന്തം ഹഠന്തം രൂപേന്തം താപയന്തം ദിവിഭൂരിജിതം ശേവയന്തം ശിവന്തം ക്രന്ദന്തം രോഷയന്തം ദിശി ദിശി സതതം സംഹരന്തം ഭരന്തം വീക്ഷന്തം ഘൂർണയന്തം ശരനികർഷതീർ ദിവ്യസിംഹം നമാമി ഗർജന്തം ഗർജയന്തം നിജഭുജപടലം സ്ഫോടയന്തം ഹഠന്തം രൂപയന്തം താപയന്തം ദിവിഭൂരിജിതം ശേവയന്തം ശിവന്തം ക്രന്ദന്തം രോഷയന്തം ദിശി ദിശി സതതം സംഹരന്തം ഭരന്തം വീക്ഷന്തം ഘൂർണയന്തം ശരനികർഷതീർ ദിവ്യസിംഹം നമാമി ദിവ്യസിംഹം നമാമി ദിവ്യസിംഹം നമാമി ഇതി ശ്രീ ദിവ്യ നരസിംഹ കവച സ്തോത്രം സമ്പൂർണം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് നരസിംഹ ചതുർദശിയോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഭഗവാന്റെ നരസിംഹ അവതാരം. ഭഗവാന്റെ നരസിംഹ അവതാരം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ദ്വാരപാലകര് ജയവിജയന്മാര്. ഇപ്പം ജയവിജയന്മാര് ഭഗവാന്റെ വർഷങ്ങളായിട്ട് ഭഗവാന്റെ പാർഷദരാണ്, നിത്യപാർഷദരാണ്, സേവകരാണ്. അപ്പം ഭഗവാന്റെ ആ പാർഷദർ എന്നുള്ള ആ ഒരു രീതിയിൽ ഒരു അഹങ്കാരം അവർക്കുണ്ടായി. അതായത് നമ്മള് എന്താണ് അത് കാര്യം, അഹങ്കാരം ഉണ്ടായതോ ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. കാര്യം അല്ലാതെ അവര് ഭഗവാന്റെ എറ്റേണലി എന്നെന്നും പാർഷദന്മാരാണ്. അപ്പൊ അവർക്ക് ആ ഉണ്ടായതും ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ്. കാര്യം ഭഗവാന് ലീലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ വൈകുണ്ഠത്തില് ജയവിജയന്മാര് നിൽക്കുകയാണ്. ആ സമയത്താണ് സനകാദി ഋഷികള് അവിടേക്ക് വരുന്ന 4 കുമാരന്മാര്. അവര് ബ്രഹ്മദേവന്റെ പുത്രന്മാരാണ്. അപ്പൊ അവരോട് സൃഷ്ടികർമ്മം നടത്താണ്ട് ബ്രഹ്മദേവ ആജ്ഞാപിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താണ് സൃഷ്ടികർമ്മം നടത്തുക, അങ്ങനെ കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്, നമ്മൾ എപ്പോഴും എന്താണ് ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകൾ കിടന്നിങ്ങനെ മുങ്ങിത്താഴേണ്ടി വരും അല്ലെ, പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ കിടന്ന് കളിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവരത് നിരസിച്ചു. അവര് നിത്യവും നിത്യ ബ്രഹ്മചാരിയായിരിക്കാനും അതുപോലെ തന്നെ 5 വയസ്സിൽ കൂടുതൽ ഒരു ബാലനായി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സുള്ള ബാലന്റെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കും അല്ലെ, ആ അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലേക്ക് കുറച്ചുകൂടെ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പൊല്യൂട്ടഡ് ആകും അല്ലെ, നമ്മളുടെ മനസ്സും എല്ലാം തന്നെ. അപ്പൊ അത്രയും മതി. 5 വയസ്സ് നിത്യവും 5 വയസ്സ് ഉള്ള ആ ഒരു ബാലന്മാരുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ കുമാരന്മാരെന്ന് പറയുന്നത്. ആ കുമാരന്മാരുടെ പേരിൽ ഒരു സമ്പ്രദായം കൂടിയുണ്ട്, കുമാരസമ്പ്രദായം. കുമാരസമ്പ്രദായത്തിന്റെ അറിയാമായിരിക്കും. ഇപ്പോഴത്തെ നമ്മളുടെ ആചാര്യൻ ആരാണ്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കലിയുഗത്തിലെ ആചാര്യൻ, ഇപ്പോഴത്തെ എന്നല്ല, കലിയുഗത്തിലെ ഈ സമ്പ്രദായത്തെ ഇത്രയും പരിപോഷിപ്പിച്ച ആചാര്യന്റെ പേര് നിംബർക്ക് ആചാര്യനാണ്. അങ്ങനെ ഈ കുമാരന്മാര് കാര്യം ബ്രഹ്മവാദികളായിരുന്നു ആദ്യേ. അപ്പൊ ഇപ്പൊ ഭഗവാൻ അവരെ ഭക്തനാക്കാനായിട്ട് ഭഗവാന്റെ ഇച്ഛ, അതിന്റെ ഫലമായിട്ട് അവർ വൈകുണ്ഠം അന്വേഷിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തി. വൈകുണ്ഠത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കാര്യം ഇവര് ആകാനായിട്ടുള്ള ആൾക്കാരാണ്. ഭഗവാൻ അറിയാം അവരുടെ ഭാവിയും ബോധവും ഒക്കെ എന്താണ് എന്നുള്ളത് അല്ലെ. ഭഗവാൻ അവരെ കാത്തിരിക്കുകയാണ് വൈകുണ്ഠത്തില്. പക്ഷെ ദ്വാരപാലകർ അവരെ കടത്തിവിട്ടില്ല. അപ്പം കടത്തിവിടാത്ത സമയത്ത് ദ്വാരപാലകർ കടത്തിവിടാത്ത സമയത്ത് ഇവർക്ക് സനകാദികൾക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാകുകയും അങ്ങനെ ശാപം കിട്ടുകയാണ് അസുരന്മാരായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഭഗവാൻ അവിടേക്ക് ഇറങ്ങി വരുന്നു. ഭഗവാന് കവാടത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, യജമാനൻ എന്താണ് സേവകന്റെ അടുത്തേക്ക്, അതായത് സേവകന്മാർ എന്തെങ്കിലും കുറ്റം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യജമാനാണ് അതിന്റെ ഉത്തരവാദിത്തം അല്ലേ. ഇപ്പൊ നമ്മളുടെ താഴേക്കിടയിലുള്ള ജോലിക്കാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേണം ഉത്തരവാദിത്തം പറയാനായിട്ട്.
എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഭഗവാനാണ് ഉത്തരവ്. ഭഗവാൻ ഈ കുമാരന്മാരുടെ അടുക്കൽ മാപ്പ് പറഞ്ഞു. അപ്പം ഈ കുമാരന്മാർ ഭഗവാന്റെ ആ ഒരു തേജസ്സും സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ അത്രയും നാളും ബ്രഹ്മവാദികളായിരുന്ന കുമാരന്മാര് ആൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടി. ഭഗവാന്റെ ആ സൗന്ദര്യത്തിൽ അവരെ അങ്ങ് മയങ്ങി. അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ പരമഭക്തരായി മാറുകയാണ്. അങ്ങനെ ഭഗവാനിൽ നിന്ന് ജ്ഞാനമൊക്കെ സ്വീകരിച്ചിട്ട് അവര് തപസ്സിന് വീണ്ടും പോവുകയാണ്. അപ്പം ഈ ജയവിജയന്മാർക്ക് ഭഗവാൻ 3 ഓപ്ഷനാണ് കൊടുത്തല്ലേ. അപ്പൊ അങ്ങനെ 3 ജന്മങ്ങളിലൂടെ ഭഗവാന്റെ അസുരന്മാരായി ഭഗവാനോട് വിരുദ്ധതയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വരാം, അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയങ്ങൾ എടുക്കും, സംവത്സരങ്ങൾ എടുക്കും. അതുകൊണ്ട് ഇവർ ഈ ഓപ്ഷനാണ് സ്വീകരിച്ചത്. അപ്പൊ അങ്ങനെ കശ്യപ പ്രജാപതിയുടെ, അതായത് കശ്യപ പ്രജാപതി അതിഥിയും, കശ്യപ പ്രജാപതിക്ക് 2 പത്നിമാരാണ് പ്രധാനമായിട്ടുള്ളത്, അതിഥിയും അതിഥിയുടെ അനിയത്തിയായ ദിതിയും. അപ്പൊ അങ്ങനെ അതിഥിയും കശ്യപ പ്രജാപതി അറിയാൽ പല ജന്മങ്ങളിലായിട്ട് ഭഗവാന്റെ അച്ഛനും അമ്മമാർ ആയതാണ്. അങ്ങനെ ദേവന്മാരുടെ ഒക്കെ മാതാവാണ് അതിഥി, അസുരന്മാരുടെ മാതാവ്, ദൈത്യന്മാരുടെ മാതാവാണ് ദിതി, ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാര്. അപ്പൊ അങ്ങനെ ഈ അസുരന്മാര് ഈ പറയുന്ന ജയവിജയന്മാര് കശ്യപ പ്രജാപതിയുടെയും ദിതിയുടെയും പുത്രന്മാരായിട്ട് പിറക്കുകയാണ്, ഹിരണ്യാക്ഷനും ഹിരണ്യവശുവും. അതില് വരാഹ അവതാരത്തിൽ അനുജനായ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്ന് വധിക്കുന്നു. അപ്പൊ അതിന്റെ ആ ഒരു വിരോധം മനസ്സിലുള്ളത് കൊണ്ട് ഹിരണ്യകശിപു അതിഘോരമായ തപസ് ബ്രഹ്മദേവനെ ആരംഭിക്കുന്നു. അങ്ങനെ അതിഘോരമായ തപസ്സിന്റെ അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മദേവൻ വരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ച കണ്ടീഷൻസ് ഭയങ്കര കണ്ടീഷൻ ആയിരുന്നു. കാര്യം സ്വന്തം അനുജനെ വധിച്ച ആ ഒരു പക, വിഷ്ണുവിനോടുള്ള പക, തീർത്താത്ത പകയായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിന്റെ ഫോളോവേഴ്സ് അല്ലേ ദേവന്മാർ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും ഒരു പഴുതും ഇല്ലാത്ത രീതിയിലുള്ള വരമാണ് മേടിച്ചത്. രാവും പകലും വധിക്കാൻ പാടില്ല. പിന്നെ മനുഷ്യനോ മൃഗമോ ദേവനോ അങ്ങനത്തെ ഒരു ബ്രഹ്മദേവന്റെ സൃഷ്ടിയിലുള്ള ഒരാൾക്കും തന്നെ വധിക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്ത്രീക്കോ പുരുഷനോ ഒന്നും വധിക്കാൻ പറ്റില്ല. യാതൊരു തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് വധിക്കാനായിട്ട് പാടില്ല. രാവും പകലും വധിക്കാൻ പാടില്ല. അകത്തും പുറത്തും നിന്ന് വധിക്കാൻ പാടില്ല. ആകാശത്തോ ഭൂമിയിലോ പാതാളത്തിലോ നിന്ന് വധിക്കാൻ പാടില്ല. പിന്നെ ഈ പറയുന്ന 12 മാസങ്ങളില്ലേ, ഈ പറയുന്ന 12 മാസങ്ങളിൽ വധിക്കാൻ പാടില്ല. നമ്മളിപ്പം കാണുന്ന ചിങ്ങം കന്നി തുല എന്നൊക്കെ പറയുന്നുള്ള ഈ 12 മാസങ്ങളിൽ ഒരു മാസങ്ങളിലും വധിക്കാൻ പാടില്ല. അങ്ങനത്തെ ആ ഒരു വരദാനം അവസാനം ബ്രഹ്മദേവൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. അമരത്വമാണ് ചോദിച്ചത്, അമരത്വം കൊടുക്കാനായിട്ട് സാധ്യമല്ല, കാര്യം ഞാനും അമരനല്ല എന്ന് ബ്രഹ്മദേവൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു അമരത്വത്തിന് തത്തുല്യമായിട്ടുള്ള വരമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ തഥാസ്തു പറയുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹിരണ്യാക്ഷൻ അതിഭയങ്കരമായിട്ടുള്ള അഹങ്കാരമൊക്കെ ഉണ്ടാവുകയും ദേവലോകങ്ങളും അങ്ങനെ പല ബ്രഹ്മാണ്ടങ്ങളും എല്ലാം കീഴടക്കി ഹിരണ്യാക്ഷൻ അങ്ങനെ ആ ഒരു ദുഷ്ടത തുടരുകയാണ്. ഋഷിമാരെയും അങ്ങനെയൊക്കെയുള്ള എല്ലാവരെയും ആക്രമിച്ചിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്താണ് ചെയ്തത്, ഇവരുടെ ഈ ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാതു ഗർഭിണിയായിരുന്നു ആ സമയത്ത്. അപ്പം ദേവന്മാരെന്ത് ചെയ്തു, അപ്പൊ അവരുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് നോക്കിയപ്പോൾ കയാതുവിനെ കാണുന്നു. കയാതുവിനെ അവർ അപഹരിച്ചുകൊണ്ട് പോയി. കാര്യം ഈ കുട്ടി പിറന്നു കഴിഞ്ഞാൽ അസുരന്റെ കുട്ടിയല്ലേ, ഹിരണ്യകശിപുവിന്റെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവനും ദോഷമേ വരുത്തുള്ളൂ, നാശമേ വരുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയെ ഗർഭത്തിൽ വെച്ച് തന്നെ വധിച്ചു കളഞ്ഞ എന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്രനൊക്കെ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ നാരദമുനി വന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം ഒരു ഗർഭിണിയാണ്, ഒരു സ്ത്രീയാണ്. അപ്പൊ സ്ത്രീയെ വധിക്കാൻ പാടില്ല, പിന്നെ പ്രത്യേകിച്ച് ഒരു ഗർഭിണിയായിട്ടുള്ള ആളെ വധിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തി ഇന്ദ്രന്റെ അടുക്കൽ നിന്ന് കയാതുവിനെ മോചിപ്പിച്ചിട്ട് നാരദമുനിയുടെ ആശ്രമത്തിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അങ്ങനെ നാരദമുനി സദാസമയം നാരായണൻ ജപിക്കുന്നതാണ്. പിന്നെ കയാതുവിന് എന്ത് ഉപദേശിച്ചു കൊടുക്കുന്നു, ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ കയാതുവിന് എന്ത് മനസ്സിലാകാൻ, ഒരു അസുര സ്ത്രീയല്ലേ, പക്ഷെ അതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളുണ്ടായിരുന്നു. കയാതുവിന്റെ ഗർഭത്തിൽ കിടക്കുന്ന ഇനി ജനിക്കാൻ പോകുന്ന പ്രഹ്ലാദൻ
ഈ പറയുന്ന ശ്രീമദ് ഭാഗവതവും ഭഗവാനെ പറ്റിയുള്ള സർവ്വജ്ഞാനവും എന്താണ് നാരദ മുനിയിൽ നിന്ന്, അതായത് ഗുരുവിനെ ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ സ്വീകരിച്ച ആളാണ് പ്രഹ്ലാദ് മഹാരാജ്. അങ്ങനെ പ്രഹ്ലാദൻ ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ നാരായണ ജപിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഭാഗവതമൊക്കെ മൂളി കേൾക്കുന്നുണ്ടായിരുന്നു ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ. അങ്ങനെ പുറത്തു വന്നപ്പോൾ നാരായണ ജപിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ നാരദ മുനി തന്നെ തിരിച്ച് ഹിരണ്യ കശുവിന്റെ കൊട്ടാരത്തിൽ കയാധുവിനെയും കുട്ടിയെ എത്തിക്കുന്നു. അവിടെ നിന്ന് പിന്നെ ശുക്രാചാര്യരുടെ മക്കളായ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യരുടെ മക്കളായ ചണ്ട, അമർക്ക, ഇവർ രണ്ടുപേരെയും ഏർപ്പെടുത്തി ഇവനെ ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ജപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തെല്ലാം റൂൾസ് ഉണ്ടാക്കി. അതല്ലാതെ ജപിക്കുന്നവരുടെ എല്ലാം തല മുണ്ടനം ചെയ്ത് കളയുക. അങ്ങനെ ഋഷിമാർക്കും ഭക്തന്മാർക്കും വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള ഒരാൾക്കും ഹരിഭക്തർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായിപ്പോയി. കാര്യം അതിന് മാത്രം ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഹിരണ്യകശിപു. അങ്ങനെ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ നാരായണനാണ് സർവം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പലതവണ ഈ പറയുന്ന ഗുരുക്കന്മാരോട്, ചണ്ട അമർക്കരോടൊക്കെ തന്നെ ഇവനെ എന്താണ് ഈ പറയുന്ന മറ്റുള്ള ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ തന്നെ എന്താണ് സംഭവിച്ചത്? ഈ ഭാഗവതം മുഴുവനും സുഹൃത്തുക്കളെയും കൂടെയുള്ള അസുരക്കുട്ടികളെയും അതുപോലെ തന്നെ ഗുരുവിനെയും പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പ്രഹ്ലാദൻ തിരിച്ച് അങ്ങോട്ടേക്ക് ക്ലാസ് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന അവിടെ അവരെ അങ്ങോട്ടേക്ക് പഠിപ്പിക്കുകയാണ്. ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ് ചെയ്തത് മുഴുവനും. അതാണ് ഒരു ഭക്തൻ ഒരു അസുരന്റെ മകനായി കൂടിയാൽ തന്നെയും എന്താണ് ആ ഒരു ഭക്തനുമായിട്ടുള്ള സംസർഗം ഉണ്ടായ മറ്റുള്ളവരും എന്താണ് ആ അസോസിയേഷന്റെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ പലതവണ താക്കീത് കൊടുത്തിട്ടും ഇത് മകൻ ശരിയാകാതെ വന്നപ്പോൾ ഹിരണ്യകശിപു പല രീതിയിൽ ഇദ്ദേഹത്തിന് ഈ കുട്ടിയെ വധിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ മദയാനയുടെ അടുക്കൽ കൊണ്ടുപോയി ചവിട്ടി കൊല്ലാനായിട്ടിട്ടു. അപ്പം മദയാനയുടെ കാൽ എന്താണ് ഒരു പുഷ്പം സ്പർശിക്കുന്ന പോലെയാണ് പ്രഹ്ലാദന് തോന്നിയത്. കാര്യം പ്രഹ്ലാദന് യാതൊരു പേടിയില്ല. നമുക്കൊക്കെ എന്താണ് ഭയമാണല്ലേ, ഭയമാണ് നമ്മളെയൊക്കെ പലതിൽ ഭഗവാനിൽ നിന്ന് നമ്മളെ വിസ്മരിക്കാനായിട്ട് കാരണം അല്ലെ. പ്രഹ്ലാദൻ എന്താണ്, ഞാൻ എന്താണ് ഭഗവാന്റെ ഒരു എറ്റേണൽ സെർവന്റ് അല്ലേ, അപ്പം എനിക്ക് എന്റെ ഭഗവാന്റെ ഇച്ഛ അത് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളത് പൂർണ്ണമായിട്ട് ഈ കൊച്ചുകുട്ടിക്ക് അത്രയും ജ്ഞാനം കിട്ടിയിരുന്നു അല്ലെ. ഭാഗവതം പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു മഹിമയാണത്. അപ്പൊ അത് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് അതിനെ ഭയക്കേണ്ട. ആന ചവിട്ടുവാണ്, ആന ചവിട്ടിട്ടെന്നുള്ള ഭാവത്തിൽ കിടന്നു. പക്ഷെ പ്രഹ്ലാദൻ ആന ചവിട്ടിയത് എന്താണ്, അതൊരു പുഷ്പം പോലെ തോന്നിച്ചു. അതുപോലെ വിഷസർപ്പങ്ങളുടെ കൂട്ടിൽ കൊണ്ടിട്ടു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വിഷസർപ്പങ്ങളൊക്കെ തന്നെ കഴുത്തിൽ ഭഗവാൻ അണിഞ്ഞ മാല പ്രസാദമായിട്ട് ധരിക്കുന്ന പോലെ പ്രഹ്ലാദന് തോന്നി. യാതൊന്നും തന്നെ ഏറ്റില്ല. അതൊരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഭഗവാൻ നേരെ വന്ന് അദ്ദേഹത്തിന് 4 തൃകൈകളും കൊണ്ട് താങ്ങി. അതേപോലെ ഒരുപാട് രീതിയിൽ ഉപദ്രവിച്ചു. അങ്ങനെ അഗ്നിയില് ഇതിന് പ്രഹ്ലാദനെ സമർപ്പിക്കാനായിട്ടൊരു തീരുമാനം ഉണ്ടായി. അപ്പം അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് ഹിരണ്യകശിപുവിന്റെ സഹോദരിയായ ഹോളികയാണ്. അങ്ങനെ ഹോളികയ്ക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്, അഗ്നിയില് ദഹിക്കില്ല എന്നുള്ള വരം. അപ്പം ഹോളിക അത് ഉപയോഗിച്ചിട്ട് പ്രഹ്ലാദനെ മടിയിലിരുത്തി ഈ പറയുന്ന അഗ്നി കൂട്ടിയതിൻ്റെ അകത്ത് കയറി ഇരുന്നു. അഗ്നി കൂട്ടിയതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് പ്രഹ്ലാദൻ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നു. പക്ഷെ ആ സന്തോഷമൊക്കെ നശിച്ച് ദുഃഖമായി മാറിയ ഒരാളുണ്ട്, ഹോളിക. ഹോളികയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആ വരദാനം അതോടുകൂടി നിഷ്ഫലമായി, അത് ഭസ്മമായി പോയി, കത്തിച്ചാമ്പലായി പോയി. അപ്പം ആ വരദാനം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നാശമാണ് അതിന്റെ ഫലം. അതാണ് ഹോളികയ്ക്ക് സംഭവിച്ചത്. പിന്നെ സ്വന്തം അമ്മയായ കയാധുവിനെ കൊണ്ട് വിഷം കുടിപ്പിച്ചു. അങ്ങനെ പല രീതിയിൽ ഉപദ്രവിച്ചു. അവസാനം എന്ത് ചെയ്തു? ഈ പറയുന്ന പ്രഹ്ലാദനെ ഇനി ഞാൻ തന്നെ വധിക്കേ നിവൃത്തിയുള്ളൂ. അപ്പൊ പ്രഹ്ലാദനെ വിളിച്ചിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ ഹരി അല്ലാതെ മറ്റൊന്നുമില്ല, നിന്റെ ഹരി എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഈ തൂണിലും തുരുമ്പിലും സർവ്വ പ്രപഞ്ചത്തിലും മുക്കിലും മൂലയിലും നമ്മളുടെ പ്രാണവായുവിലും എല്ലാം തന്നെ ഹരി അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് അതിക്രുദ്ധനായ പിതാവ്. അപ്പം നിന്റെ ഹരി ഈ തൂണിലാണോ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ അവിടെയും ഹരി ഇരിപ്പുണ്ട് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞതിന് പ്രകാരം ആ ഗദ എടുത്തിട്ട് തൂണിനിട്ട് അടിച്ച് തകർത്ത് പൊട്ടിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് എന്താണ് ആ തൂണിൽ നിന്ന് അപ്പം ഭഗവാൻ അവിടെ ആ തൂണിൽ ഇങ്ങനെ ഇരിക്കുന്ന പ്രഹ്ലാദന് കാണാമായിരുന്നു. കാര്യം പ്രഹ്ലാദന് സർവ്വയിടത്തും ഭഗവാനെ കാണുന്നു അല്ലെ, സദാഹരി.
എല്ലായിടത്തും പ്രപഞ്ചത്തിൽ മുഴുവൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ട് പ്രഹ്ലാദന് ആ തൂണിലും നരസിംഹ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ആ തൂണ് പിളർന്ന് അതിക്രുദ്ധനായിട്ട് നരസിംഹ ഭഗവാനായിട്ട് പുറത്തേക്ക് വരുന്നു. അതായത് പാതി മനുഷ്യന്റെ ശരീരവും പാതി ആ, മൃഗത്തിന്റെയും ഇതുപോലെ ഒരു രൂപത്തിനെ ആരും അന്നേ വരെ ഒരു സ്ഥലത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കൈകളിലും കാലുകളിലും നഖം, ജട, സിംഹത്തിന്റെ ജട, പിന്നെന്താണ് അത്യുഗ്രമായ അലർച്ച. അങ്ങനെ കണ്ടപ്പോൾ ഹിരണ്യകശിപു ആദ്യം ഒന്ന് ഭയന്നു. പിന്നെ എന്ത് ചെയ്തു? ഭഗവാൻ എന്ത് ചെയ്തു? ആ ഒരു അവതാരം എന്ത് ചെയ്തു? കാര്യം ജയവിജയന്മാരിലാണല്ലോ ഇവര്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭഗവാനുമായിട്ട് ഒന്ന് ഗുസ്തി പിടിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു നേരത്തെ. കാര്യം ഭഗവാൻ പല യുദ്ധങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഈ സമയത്ത് സാധിച്ചു കൊടുത്തു. വളരെ നീണ്ട നേരം ഹിരണ്യകശിപുവായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ട് ഭഗവാൻ കാത്തിരിക്കുകയായിരുന്നു ത്രിസന്ധിയാകാനായിട്ട്. കാര്യം രാവും പകലും അല്ലാത്ത സമയം. അപ്പൊ ആ ത്രിസന്ധിയായ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഹിരണ്യകശിപുവിനെ എടുത്ത് എന്ത് ചെയ്തു? മടിയിൽ വെച്ചിട്ട് ഉമ്മറപ്പടിയിൽ കയറിയിരുന്നു. അപ്പൊ ത്രിസന്ധ്യ, രാവും പകലുമല്ല, അകത്തും പുറത്തുമല്ല. ഇത് ദേവനും അസുരനുമല്ല. അതുപോലെ തന്നെ എന്താണ്? നഖങ്ങൾ കൊണ്ടാണ് മാറ് പിളർന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു? ആ കുടൽമാല എടുത്ത് ദേഹത്തെല്ലാം അങ്ങ് ധരിച്ചു. രക്തം അവിടെ മുഴുവനായി. അപ്പൊ അതേ സമയത്ത് എന്ത് ചെയ്തു? ഭഗവാൻ അതിക്രുദ്ധനായിട്ട് എന്തായാലും ഗർജന അങ്ങ് പുറപ്പെടാൻ തുടങ്ങി. ഭഗവാന്റെ കണ്ണിൽ നിന്ന് അഗ്നി വമിക്കാൻ തുടങ്ങി. അങ്ങനെ സർവ്വ പ്രപഞ്ചങ്ങളും നശിക്കുമെന്ന മാതിരിയായി. അതേപോലത്തെ ആ ഗർജനം കേട്ടിട്ട് യാതൊരു സർവ്വ പ്രപഞ്ചങ്ങളും നടുങ്ങി വിറച്ചപ്പോൾ ബ്രഹ്മദേവൻ, മഹാദേവൻ, ലക്ഷ്മി ദേവി, അങ്ങനെ സർവ്വ ദേവാദിദേവന്മാരും അവിടെ ആഗതരായി. അവരെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പം ദേവന്മാരെല്ലാവരും ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, അവിടുത്തെ പതിയല്ലേ വന്നിരിക്കുന്നത്, ഒന്ന് ശാന്തയാക്കുന്നു. ലക്ഷ്മി ദേവി പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്റെ പതിയെ ഇതുവരെ കണ്ടിട്ടില്ല ഇതേ രീതിയിൽ. അപ്പോൾ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി മാറി നിന്നു. അങ്ങനെ ആരും തയ്യാറാകാത്ത സമയത്ത് ബ്രഹ്മദേവനും നാരദമുനിയും കൂടെ പ്രഹ്ലാദനോട് പറയുന്നു, അതായത് ഇദ്ദേഹത്തെ ഭഗവാനെ ശാന്തനാക്കാനായിട്ട് ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ അങ്ങോട്ടേക്ക് വിടുന്നു. പ്രഹ്ലാദന്റെ കയ്യിൽ ഒരു ഹാരവും കൊടുത്തിട്ട് വിടുന്നു. പ്രഹ്ലാദൻ എന്ത് ചെയ്തു? അതിക്രുദ്ധനായ നിൽക്കുന്ന നരസിംഹമൂർത്തിയെ യാതൊരു ഭയവും ഇല്ലാതെ, കാര്യം ഭഗവാൻ എന്തിനാണ് ഭയക്കുന്നത് അല്ലേ? ഭഗവാൻ ആ രൂപം എടുത്തത് എന്ത് ചെയ്തു? ഭക്തന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ആ ഒരു നരസിംഹമൂർത്തിയുടെ അടുത്ത് നിന്ന് മാലയിടുന്നു. അങ്ങനെ ഭഗവാൻ അങ്ങനെ നരസിംഹമൂർത്തിയെ നരസിംഹ കവചം ജപിച്ചിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു. അങ്ങനെ ആ ഭഗവാൻ എന്ത് ചെയ്തു? അതിപ്രസന്നനായി. അവിടെ ഉണ്ടായിരുന്ന അഗ്നിയും അതുപോലെ തന്നെ ഗർജന എല്ലാം അങ്ങ് മാറി. ഭഗവാൻ അതിപ്രസന്നനായിട്ട് അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ എടുത്ത് പ്രഹ്ലാദനെടുത്ത് മടിയിൽ ഇരുത്തുന്നു. അപ്പൊ മടിയിൽ ഇരുത്തി കഴിഞ്ഞ് ആ സമയത്ത് സർവ്വദേവാദിദേവന്മാരും എല്ലാവരും ഇത് ആസ്വദിക്കുകയായിരുന്നു. കാര്യം എന്താണ്? ഭഗവാൻ ഒരു സിംഹം എങ്ങനെ അതിന്റെ ഒരു കുട്ടിയെ നക്കി തുടങ്ങിന്നോ? നമ്മൾ കാണില്ല, പൂച്ചയൊക്കെ അതിന്റെ കുട്ടികളെ ഇങ്ങനെ എത്ര വാത്സല്യത്തോടെ നക്കി തുടങ്ങുന്നത് അല്ലെ? അതേമാതിരി പ്രഹ്ലാദനെ ഈ നരസിംഹ ഭഗവാൻ ഇങ്ങനെ നക്കി തുടച്ച് തോർത്തി എടുക്കുന്നു. കാര്യം ആ ഒരു വാത്സല്യം. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആ വാത്സല്യം കൊണ്ട് ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം, അങ്ങ് എന്നോട് വരം ഒന്നും ചോദിക്കരുതേ, അതായത് വരം തന്നിട്ട് എന്നെ നശിപ്പിക്കരുതേ, ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാര്യം വരം, ഞാനൊരു അസുര ജന്മനല്ല, അസുരന്റെ പുത്രനല്ലേ. അപ്പൊ വരം എന്തെങ്കിലും തന്നാൽ എന്താണ്? ഞാൻ അഹങ്കാരിയായി മാറും. അപ്പൊ അത് മാത്രം ഭഗവാൻ എന്നോട് വരം എന്തെങ്കിലും വേണമെന്ന് മാത്രം എന്നോട് ഒരിക്കലും ചോദിക്കരുത്, ഈ ഒരു വരം മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വല്ലാത്തൊരു ഇതാണല്ലോ. നമുക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളൊക്കെ എന്തുമാത്രം കാര്യങ്ങളായിരിക്കും ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെ? പക്ഷെ ആ ഒരു കുട്ടി ഭാഗവതം പഠിച്ച് ഗർഭത്തിൽ വെച്ചിട്ട് പഠിച്ച് അതിന്റെ ആ ഒരു മഹിമയാണ് അത് കാണിച്ചത്. അങ്ങനെ യാതൊരു വരവും വേണ്ട, പക്ഷെ ഭഗവാൻ ഞാൻ പ്രത്യക്ഷപ്പെട്ടത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ എന്തെങ്കിലും വരം നിനക്ക് നൽകാതെ എനിക്ക് പോകാനായിട്ട് സാധ്യമല്ല. അപ്പം പ്രഹ്ലാദൻ വീണ്ടും പറയുന്നു, എനിക്ക് ഒരിക്കലും അങ്ങയുടെ ഭക്തിയിൽ നിന്ന് ഒരു നിമിഷം പോലും വിട്ടുപോകരുതെന്ന് പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ സാധാരണ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ വരം കൊടുക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ വീണ്ടും പറയുന്നു, ഭക്തരായ ആൾക്കാർക്ക് വരത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ഭക്തന് ഭഗവാന്റെ അടുക്കൽ നിന്ന് യാതൊരു വരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ വീണ്ടും പ്രഹ്ലാദൻ അത് തന്നെ പറയുന്നു. അങ്ങനെ നരസിംഹ ഭഗവാൻ എന്ത് ചെയ്തു? ഞാൻ എന്തെങ്കിലും വരം നിനക്ക് തന്നേ മതിയാവുള്ളൂ, നീ എന്തെങ്കിലും ചോദിച്ചേ മതിയാവുള്ളൂ എന്ന് വീണ്ടും ഭഗവാൻ അഭ്യർത്ഥിച്ചപ്പോൾ ഭക്തൻ വേറൊരു മാർഗവുമില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? അങ്ങ് എന്റെ പിതാവിനോട് ക്ഷമിക്കണം എന്ന്. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ, അതായത് നമ്മൾ ഒന്നെടുത്താൽ രണ്ടെന്നൊക്കെ പറഞ്ഞ് ഓഫർ കാണത്തില്ലേ സൂപ്പർ മാർക്കറ്റിലേക്ക്? ഭഗവാൻ അപ്പൊ എന്ത് ചെയ്തു?
നിന്റെ 7 തലമുറ മുൻപോട്ടും അതുപോലെ നിന്റെ പിതാവിന്റെ 7 തലമുറ ഇങ്ങോട്ടും ഇനി വരുന്നവർക്ക് ഞാൻ ഇപ്പോഴേ മോക്ഷം കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് കാണാം, പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് മഹാബലി. അതുപോലെ തന്നെ മഹാബലിയുടെ പുത്രനാണ് ബാണാസുരൻ. ശ്രീകൃഷ്ണ അവതാരത്തിൽ നമ്മൾ കണ്ട 1000 കൈകളോടൊക്കെ ആയിട്ട് ബാണാസുരനും അങ്ങനെ ബാണാസുരന്റെ മകളെ ആരാണ് പ്രേമിച്ചത്? നമ്മുടെ അഭിമന്യു, പ്രദ്യുമ്നന്റെ മകൻ അനുമായിട്ട് എന്താ പറയുന്നത്, ഇഷ്ടത്തിലാകുന്നതും ഒക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പൊ അവിടെ മഹാദേവനും ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നൊക്കെ കണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എന്താണ്, ആ വാക്ക് കൊടുത്തിരിക്കുന്ന ഭഗവാൻ പാലിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ 7 തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ ഈ പ്രഹ്ലാദന്റെ ആ ഒരു ഭക്തന്റെ കുടുംബത്തിൽ ഉണ്ടായുള്ള മഹിമയാണ്. ഒരു ഭക്തനെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഉള്ള മഹിമയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഭക്തിയുടെ സേവനത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പ്രയോജനമാണ്. പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ ഭാഗവതം ഇതൊക്കെ പഠിക്കേണ്ടതാണ്. ഗർഭത്തിൽ നിന്ന് തന്നെ നമ്മൾ ഗർഭസംസ്കാരം ശീലിച്ചു പോകണം. പിന്നെ സത്സംഗം അല്ലെ, നമ്മളൊരു നല്ലൊരു വ്യക്തിയുടെ സത്സംഗം, ആ ഒരു സത്സംഗം നമ്മൾ നല്ലൊരു ആചാര്യനെ കിട്ടുവാണെന്നുള്ള ആചാര്യന്റെ കൃപ അല്ലെ. ആചാര്യന്റെ കൃപയാണ് നമ്മൾ കണ്ടത് ഇവിടെ. ആ നാരദമുനി എന്താണ്, നാരദമുനിയുടെ ആ ഒരു കൃപ, അതായത് ഒരു ഭക്തനെ അതുപോലെ ഒരു ഭക്തനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസുര ജന്മത്തിൽ, ഏത് ജന്മത്തിൽ യോനിയിൽ പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ഭക്തനായിട്ട് മാറാൻ സാധിക്കും, അത് നല്ല സജ്ജനങ്ങളുടെ സംസർഗം ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലായത് നാരദമുനിയുടെ അസോസിയേഷൻ മൂലം. പിന്നെ എന്താണ്, ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വേറൊരു ഭക്തനാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തൻ കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്രയും അതിഗംഭീരമായ ഒരു അവതാരം എടുത്തല്ലേ. വളരെ കുറച്ച് സമയത്തേ ഉള്ളെങ്കിൽ ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, ഇനി ഇതുപോലെ ആർക്കും വരം കൊടുക്കരുത് എന്നുള്ളത്. ഈ 12 മാസങ്ങളിലല്ല അവതാരം എടുത്തത്, അത് പുരുഷോത്തമ മാസത്തിലാണ്, 13ാമത്തെ അതിമാസത്തിലാണ് എടുത്തതെന്നാണ് പറയുന്നത്. അപ്പം ഈ അതിമാസം 3 വർഷം കൂടുമ്പോഴാണല്ലോ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ കണ്ടത്, ഈ ഒരു ഗുരുവിന്റെ ആ ഒരു കൃപ. അപ്പൊ ആ ഗുരുവാണ് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് ആ ശിഷ്യനെ പറഞ്ഞു വിടുന്നത് അല്ലേ, അതിക്രൂരമായിട്ടിരിക്കുന്ന ഭഗവാനെ ശാന്തപ്പെടുത്താനായിട്ട്. അപ്പം എപ്പോഴും ആ ഒരു ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അപ്പൊ ആ ഗുരുവിന്റെ വിശ്വാസം, ഗർഭത്തിൽ നിന്ന് തന്നെ എന്താണ് സർവ്വതും പഠിച്ചു ഭഗവാനെ പറ്റിയുള്ള സർവ്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കി ഏതൊരു സാഹചര്യത്തിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, ഒരു ഭയവും ഇല്ലാതിരിക്കുക അല്ലെ, ഒരു ഭയവും ഇല്ലാതിരിക്കുക. എന്ത് വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന്. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് ഇരിക്കാണ്ട് പറ്റും? നമുക്ക് ഒരാൾക്ക് സാധിക്കാത്തതാണ് ആ ഒരു കൊച്ചുകുട്ടി നമ്മളെ പഠിപ്പിച്ചിരുന്നത് അല്ലെ. അങ്ങനെ പ്രഹ്ലാദന്റെ പ്രേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര വലിയ ഒരു സ്തുതിയാണ്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ 5 വയസ്സിൽ തന്നെ നമ്മൾ എന്താണ് കുട്ടികൾക്ക് ഈ പറയുന്ന ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം പറഞ്ഞു കൊടുക്കണമെന്നാണ് പ്രഹ്ലാദൻ എല്ലാവരും ഉപദേശിക്കുന്നത്. അപ്പം ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി വായിക്കാൻ പറ്റുന്നവരൊക്കെ തന്നെ, ഭാഗവതം ഉള്ളവരൊക്കെ തന്നെ വായിച്ചു നോക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരു ചോദ്യോത്തര വേള നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാനും അതുപോലെ തന്നെ കുറെ ഡിവോട്ടീസും മനോഹർ പ്രഭു തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ സപ്താഹം എടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ ഫലമായി അദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി, അതിൻ്റെ അകത്ത് ചോദ്യങ്ങളൊക്കെ ഇടുകയും അങ്ങനെ അതൊരു ബുക്കാക്കി ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഓരോ ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അത് ഇപ്പൊ തന്നെ ഒരു 60-65ഓളം ആയി. ഞാനപ്പോൾ 1-2 വീതം ഓരോ ദിവസം ഷെയർ ചെയ്യാം. എല്ലാം കൂടി ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാണ്ട് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് 1-2-3 വീതം ഞാൻ ഷെയർ ചെയ്യാം ഓരോ ദിവസം. അപ്പൊ എല്ലാവരും നോക്കുക ചോദ്യോത്തരങ്ങള്. മുന്നോട്ടേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര കടുകെട്ടിയുള്ള ചോദ്യങ്ങളും പ്രഭു തരുന്ന ഉത്തരങ്ങളും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാനൊരു ഒരു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു ബുക്ക് റീഡിങ്ങിന്റെ ഒരു ആപ്പ്, അത് നമ്മളുടെ മൊബൈലിലൊക്കെ ചെയ്യാവുന്നതാണ്. അതിന്റെ ആ ലിങ്കിൽ പോയിട്ട് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അതിനെ പറ്റിയൊക്കെ അത് ഞാൻ തന്നെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഏതൊക്കെയോ മാതാജിമാർ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിരുന്നു അതെങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ ഓഫീസിൽ എനിക്കൊരു മിനിറ്റ് സമയം കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കത് ചെയ്ത് നോക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുത്തു. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനത് വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യാം ഗ്രൂപ്പിൽ. അത് ഞാൻ നോക്കിയിട്ട് അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പം
കുറച്ച് പേര് കയറിയിട്ടുണ്ട്. എന്ത് ചെയ്യും ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് നമ്മൾ പ്രശ്നോത്തരി ഇങ്ങനെ മാറ്റി വെക്കണോ വേണ്ട. ആകെ ഒരാളായിരുന്നു, അതും 4 മണിക്ക് ശേഷമാണ് കയറി. പിന്നീട് 2 പേര് കയറി. അപ്പൊ ഇന്നത്തെ നമുക്ക് വെറുതെ പ്രേയേഴ്സും ഒക്കെ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച കാര്യം ആരെയും കണ്ടില്ലാത്ത കാരണം ഇപ്പൊ തന്നെ ഒരു 5-6 പേര് കയറിയത് കൊണ്ട് നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് വീണ്ടും പോകാം. അപ്പോൾ നമ്മളുടെ ഭഗവത്ഗീത പ്രശ്നോത്തരി 8 അത് എല്ലാവരും ഒക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ചൊവ്വാഴ്ച നോട്ടിഫിക്കേഷൻ ഇട്ടതാണ്. അപ്പൊ എന്തായാലും അത് കുറച്ച് ടഫായിട്ട് തോന്നും. 10 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ചോദ്യമില്ല, ഭാവാർത്ഥം തന്നെയാണ്. ഹരേ കൃഷ്ണ, ഞാൻ എഴുതുന്നില്ല പ്രഭു, കുറച്ച് തിരക്കിലാണ്. അതെയോ മാതാജി വേറെ സ്ഥലത്താണോ? അല്ല, വീട്ടിൽ തന്നെയാണ്, കുറച്ച് തിരക്കാണ് പ്രഭു. ഹരേ കൃഷ്ണ, കുഴപ്പമില്ല മാതാജി. അപ്പൊ എല്ലാരും ഞാൻ ചോദ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. ഹരേ കൃഷ്ണ. ഭക്തിവിഷ ഭഗവത്ഗീത പ്രശ്നോത്തരി 8 ചാപ്റ്റർ 2 ശ്ലോകം 40 മുതൽ 50 വരെ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എടുത്ത് കാണുമെന്ന് പേനായും ഒക്കെ എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് ഇല്ല ഇതിൻ്റെ അകത്ത് ഒന്നിനും തന്നെ. ആകെ 1-2 ചോദ്യങ്ങൾക്കേ ഉള്ളൂ ഓപ്ഷൻസ് ഉള്ളൂ. ഏത് വഴിക്കുള്ള ഒരു ചെറിയ മുന്നേറ്റം പോലും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു? ഒന്നാമത്തെ ചോദ്യം, ഏത് വഴിക്കുള്ള ഒരു ചെറിയ മുന്നേറ്റം പോലും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു? രണ്ടാമത്തെ ചോദ്യം, ഒരിക്കലും നഷ്ടമുണ്ടാകില്ലാത്ത കർമ്മം എന്താണ്? ഒരിക്കലും നഷ്ടമുണ്ടാകില്ലാത്ത കർമ്മം എന്താണ്? മൂന്ന്, എന്താണ് ഏറ്റവും മഹത്തായ ഭയം? ഓപ്ഷൻ 1 അഗ്നി, ബി പ്രളയം, സി ദീനം, ഡി മരണം. ഏറ്റവും മഹത്തായ ഭയം ഏതാണ്? എ അഗ്നി, ബി പ്രളയം, സി ദീനം, ഡി മരണം. 4, ദൃഢനിശ്ചയം ഇല്ലാത്തവരുടെ ബുദ്ധി എങ്ങനെയാണ്? ദൃഢനിശ്ചയം ഇല്ലാത്തവരുടെ ബുദ്ധി എങ്ങനെയാണ്? ഇത് എന്താണ് വിശ്വാസ പദത്തിന്റെ നിർവചനം? എന്താണ് വിശ്വാസ പദത്തിന്റെ നിർവചനം?
6 പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? 7 കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും ഏത് തലത്തിലാണ്? കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും ഏത് തലത്തിലാണ്? 8 കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത എന്നാൽ എന്താണ്? കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത എന്നാൽ എന്താണ്? 9 ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ കുറവാണ്. അവര് ആരാണ് ആ മഹാത്മാക്കൾ? ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ കുറവാണ്. എങ്ങനെയുള്ള? പത്ത് ആരുടെ പ്രസാദമില്ലാത്ത പക്ഷമാണ് കൃഷ്ണാവബോധത്തിലേക്ക് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവും ഇല്ലാത്തത്? 10 ആരുടെ പ്രസാദമില്ലാത്ത പക്ഷമാണ് കൃഷ്ണാവബോധ തലത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്തത്? 11 സമാധി എന്നാൽ എന്ത്? സമാധി എന്നാൽ എന്താണ്? സമാധി എന്നാൽ എന്താണ്? 12 പഞ്ചമവേദം എന്നറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചമവേദം എന്നറിയപ്പെടുന്ന ഏതാണ്? 13 കൃഷ്ണാവബോധത്തിലുള്ളവർ എങ്ങനെ അതീന്ദ്രിയാവസ്ഥയിൽ എത്തുന്നു? കൃഷ്ണാവബോധത്തിലുള്ളവർ എങ്ങനെ അതീന്ദ്രിയാവസ്ഥയിൽ എത്തുന്നു? 14 വേദങ്ങളാൽ ഉദ്ദിഷ്ടമായത് എങ്ങനെ നേടാനാവുന്നതാണ്? വേദങ്ങളാൽ ഉദ്ദിഷ്ടമായത് എങ്ങനെ നേടാനാവുന്നതാണ്? 15
15 ആത്മസാക്ഷാത്കാരം എന്നാൽ എന്താണ്? പതിനാറ് വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ എന്താണ്? വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ എന്താണ്? പതിനേഴ് വൈദിക വിജ്ഞാനത്തിന്റെ പരമോദ്ദേശം എങ്ങനെ നിറവേറ്റപ്പെടും? വൈദിക വിജ്ഞാനത്തിന്റെ പരമ ഉദ്ദേശം എങ്ങനെ നിറവേറ്റപ്പെടും? 18 വൈദിക ജ്ഞാനത്തിന്റെ ഉച്ചകോടി എന്താണ്? 19 ഉത്തമനായ വേദാന്തി ആരാണ്? ഇരുപത് സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തു പറയുന്നു? സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തു പറയുന്നു? എ സഞ്ചിത കർമ്മം, ബി അകർമ്മം, സി നിയതകർമ്മം, ഡി വികർമ്മം. സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തു പറയുന്നു? എ സഞ്ചിത കർമ്മം, ബി അകർമ്മം, സി നിയതകർമ്മം, ഡി വികർമ്മം. ഇരുപത്തി ഒന്ന് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്താൽ ഒരാൾ മുക്തിമാർഗത്തിൽ എത്തും? വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്താൽ ഒരാൾ മുക്തിമാർഗത്തിൽ എത്തും? ഇരുപത്തിരണ്ട് എങ്ങനെ ചെയ്യുന്നവർക്ക് ജീവിത വിജയം താനേ കൈവരും? എങ്ങനെ ചെയ്യുന്നവർക്ക്
ജീവിത വിജയം താനേ കൈവരും. എന്താണ് 23 എന്താണ് യോഗം എന്നാൽ? യോഗ എന്നാൽ എന്താണ്? ഇരുപത്തിനാല് ഭഗവത്ഗീതയുടെ സന്ദേശമായി ഇവിടെ പറയുന്നത് എന്ത്? ഭഗവത്ഗീതയുടെ സന്ദേശമായി ഇവിടെ പറയുന്നത് എന്ത്? അവസാനത്തെ ചോദ്യം 25. ഇഹലോകത്തിൽ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തനാവാം? ഇഹലോകത്തിൽ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തനാവാം? ഹരേ കൃഷ്ണ. പ്രശ്നോത്തരി അവസാനിച്ചിരിക്കുന്നു. അവസാനത്തെ ചോദ്യം 25 നമുക്കിനി ഉത്തരത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഉത്തരം നോക്കുക, എഴുതിയത് ശരിയാണോ നോക്കുക. എല്ലാവർക്കും 25 എളുപ്പമായിരുന്നോ? ക്വസ്റ്റ്യൻ ബുക്കിൽ എഴുതി പഠിച്ചതാ, ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം ഈ ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതി ഞാൻ പഠിച്ചതാ. മതജ് കേട്ടപ്പോ പക്ഷെ പരിചയം ഓർമ്മ തോന്നിയല്ലേ? കേട്ടപ്പോ പരിചയം തോന്നിയോ? വായിച്ചു നോക്കുന്നവർക്കൊക്കെ പരിചയം. എല്ലാം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിച്ചത് 2 ദിവസം കൊണ്ട്. ഹരേ കൃഷ്ണ. ഒന്നും എഴുതാൻ പറ്റില്ല, ഓർമ്മ കിട്ടില്ല പ്രഭു. ആഹാ. രതി ദേവി മാതാജി എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നോ? ഈ പറഞ്ഞതുപോലെ സുഖമില്ലായിരുന്നു പ്രഭുജി. ഡോക്ടറെ കണ്ടേച്ച് വന്നിരിക്കുന്നേ ഉള്ളു. തലകറക്കം ഉച്ച മുതൽ. കൃഷ്ണ. എന്തൊക്കെയോ എഴുതി എല്ലാം ഈ മാതാജി പറഞ്ഞോണ്ട് എല്ലാം നോട്ടിൽ എഴുതി പഠിച്ചതായിരുന്നു. കുറെയൊക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാം ബുക്കിൽ ഞാൻ എഴുതി വെച്ചത്. അതെയല്ലേ. അത്യാവശ്യം കേട്ടപ്പോ ഒരു ഒരെണ്ണം പരിചയമെങ്കിലും. അത്യാവശ്യം കേട്ടപ്പോ ഒരു പരിചയം. പരിചയം തോന്നിയല്ലോ. അത് തന്നെ വലിയ കാര്യം. ഭാവാർത്ഥം വായിച്ചാൽ അത് വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിലുള്ളത് എഴുതുന്നത്. അല്ല, എനിക്കറിയാം ഇത് ടഫാണെന്ന് അറിയാം. നമ്മൾ അത്രയും കൂടെ ഭാവാർത്ഥമായിട്ട് ബന്ധപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്കൊന്ന് ഒന്നാമത്തെ ചോദ്യം. ഏത് വഴിക്കുള്ള ഒരു ചെറിയ മുന്നേറ്റം പോലും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നു? ഏത് വഴിക്കാണ്? ഭക്തിയുത സേവന പാതയിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ മുന്നേറ്റം പോലും. പ്രഭു ഭക്തിയുത സേവനം. കൃഷ്ണാവബോധത്തിൽ കൃഷ്ണാവബോധത്തിൽ നിന്ന് ശരിയാണ്. എഴുതിയാലും മതി. ഭക്തിയുത സേവനം, അതായത് മഹാഭയങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വരുന്നേ അടുത്ത ചോദ്യം. അപ്പൊ ഏത് വഴിക്കുള്ള ഭക്തിയുത സേവനത്തിലുള്ള ഏതൊരു ചെറിയ കാര്യം പോലും, നമ്മൾ ഏത് സേവയാണെങ്കിൽ കൂടിയും അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ എന്ന് പറഞ്ഞ ആ ശ്ലോകമാണ് അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണെന്ന് പറഞ്ഞ് നമ്മളെടുത്ത ആ ശ്ലോകത്തിലെ ആ ചോദ്യമാണ് അത്. ആ ശ്ലോകം തന്നെയാണ് ആ ചോദ്യം. അടുത്തത് രണ്ടാമത്തേത്. ഒരിക്കലും നഷ്ടം ഉണ്ടാകില്ലാത്ത കർമ്മം ഏതാണ്? അതിന്റെ ഉത്തരം കൃഷ്ണാവബോധത്തോടു കൂടിയുള്ള കർമ്മമാണ്. കർമ്മം.
കൃഷ്ണാവബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന് എന്താണ് ഒരിക്കലും ആ ഒരു നഷ്ടബോധം നഷ്ടമേ ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാവുകയില്ല. അത് ആ കാര്യം നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന കർമ്മമാണ്. അപ്പൊ അതും കൊണ്ട് യാതൊരു നഷ്ടവും നമുക്ക് ഉണ്ടാകുന്നില്ല. നമുക്ക് ഉണ്ടാകുന്നതൊക്കെ തന്നെ ലാഭമേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ അത് സേഫ് ആയിരിക്കും, അല്ലെ? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. അത് അവിടുന്ന് അതിനും ചോർന്നു ഭക്തിയുത പോകുന്നില്ല. സേവനം എഴുതരുതോ? ഏതാ? അതിനും ഭക്തിയുത സേവനം എഴുതരുതോ? ആ ഭക്തിയുത സേവനത്തിലുള്ള കർമ്മമൊന്നും എഴുതാം മാതാജി, കുഴപ്പമില്ല. ആൻസർ ശരിയാണ്. ഇനി അടുത്ത 3, എന്താണ് മഹത്തായ ഭയം? ഏത് ഓപ്ഷനാണ്? മരണഭയം. മരണമല്ലേ പ്രഭു? മരണം. മരണഭയം. ഡി, മരണഭയമാണ്. ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. മറ്റേതൊക്കെ മരണം ഉണ്ടാകാനുള്ള ഉപാധികളാണ്. പക്ഷെ ശരിക്കുള്ള ഭയം എന്ന് പറഞ്ഞാൽ ഡി ആണ്, മരണഭയം. 4-മത്തേത്, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധി എങ്ങനെയാണ്? ശേഷാദ്രിയ പല ശാഖകളോട് കൂടിയുള്ളതാണ്. കൂടി. ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധി എങ്ങനെയാണ്? ഇങ്ങനെ ഡിവൈഡ് ആയി പല പല ശാഖകളായി പോകും. പല സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ശാഖകളായി. സ്ഥിരതയില്ലാത്ത ബുദ്ധി പല ശാഖകളായി പോകുന്നതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വകഭേദങ്ങളായിട്ടുള്ള എന്തെങ്കിലും ആൻസർ എഴുതിയാൽ ശരിയാണ്. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാർക്ക് കൊടുത്തോളൂ. അടുത്തത് 5-മത്തെ, ഏതാണ് വിശ്വാസപദത്തിന്റെ നിർവചനം? എന്താണ് വിശ്വാസപദത്തിന്റെ നിർവചനം? 5, അതായത് വിശ്വാസപദത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒന്നിൽ മനസ്സ് ഉണ്ടാകുക. നിശ്ചയത്തോടുകൂടി ചെയ്യുന്നു. ചെയ്യുന്നത്. ശ്രേഷ്ഠമായ ഒന്നിൽ മനസ്സ് ഉറപ്പിക്കുക, അതാണ്. ഒന്നിൽ മറ്റ് ഉറപ്പിക്കുന്നത്. നിശ്ചയത്തോടുകൂടി ചെയ്യുന്നു. ശ്രേഷ്ഠമായ ഒന്നിൽ നിശ്ചയത്തോടുകൂടി ചെയ്യുന്നു. അതെ. ചെയ്യുന്നത്. അടുത്തത് 6-മത്തേത്, പൂർവജന്മങ്ങളിൽ ചെയ്ത നല്ലതോ ചീത്തയായ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? കാമ്യകർമ്മങ്ങൾ. 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 ഹരിപോൽ, ശരിയായല്ലോ, സന്തോഷം. 7, കൃഷ്ണാബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും ഏത് തലത്തിലാണ്? നിരപേക്ഷ തലത്തിൽ. നിരപേക്ഷ, നമ്മള് ഒരു ആപേക്ഷികമായിട്ട് കാണാൻ പറ്റുന്നതിനേക്കാളും ഉയരത്തിലുള്ള ഒരു തലമാണ്, അല്ലെ? നിരപേക്ഷം. നമുക്കൊരു കമ്പയർ ചെയ്യാൻ പറ്റാത്തതിലും ഉപരി ആയിട്ടുള്ള ഒരു തലമാണ് നിരപേക്ഷ തലം. 8, കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണത എന്നാൽ എന്താണ്? പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക അവബോധത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. ദൃഢമായ വിശ്വാസത്തെ ഉയർത്തപ്പെടുന്നത്. ഭൗതിക അവബോധത്തെ ത്യജിക്കുമ്പോഴാണ് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണതയാകുന്നത്. കൃഷ്ണബോധത്തിന്റെ. അടുത്ത 9, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വാസുദേവനാണ് സർവവും എന്നറിയുന്ന. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണെങ്കിൽ മാർക്ക് കൊടുത്തോളൂ. ഇനി കൃഷ്ണനാണ് സർവ്വതും എന്നും എഴുതിയാലും ശരിയാ, എല്ലാം ഒന്ന് തന്നെയല്ലേ? അതാണ് പറഞ്ഞത്, ഇതുമായിട്ട് ബന്ധമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള എഴുതിയാൽ ഭഗവാനാണ് സർവ്വതും. ഭഗവാനാണ് സർവ്വതും. പരമോന്നതൻ ഭഗവാനാണ്. അതെ. 10-മത്തേത്, ആരുടെ പ്രസാദമില്ലാത്ത പക്ഷമാണ് കൃഷ്ണാബോധത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്തത്? യസ്യ പ്രസാദോ ഭഗവത് പ്രസാദ യസ്യ പ്രസാദാൻ നഗതി കുതോപി ധ്യായൻ സ്തുവന്തസ്യ യശസ്ത്രിസന്ധ്യം വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഗുരുവിന്റെ പ്രസാദം ഇല്ലാത്ത പക്ഷം ഒരാൾക്ക് കൃഷ്ണാബോധത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഇനി അടുത്തത് 11-മത്തെ, സമാധി എന്നാൽ എന്താണ്? സമാധി എന്ന് പറഞ്ഞാൽ ഉറച്ച മനസ്സ് ഏകാഗ്രമാക്കി ഉറച്ച മനസ്സ് അതാണ് സമാധി എന്ന് പറഞ്ഞത്. ആത്മജ്ഞാനാർച്ചനത്തിൽ മനസ്സേകാഗ്രമാകുന്നതാണ് സമാധി. അതെ. അടുത്ത 12, പഞ്ചമ വേദം എന്നറിയപ്പെടുന്ന ഏതാണ്? മഹാഭാരതം. ഭഗവത്ഗീത. മഹാഭാരതം അതിന്റെ ഭാഗം നമ്മളെ ഉപനിഷത്തുകളാണ്. ആ ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 4 വേദം കഴിഞ്ഞിട്ട് പഞ്ചമ വേദമായിട്ട് പറയുന്ന ഉപനിഷത്തുക്കളെയാണ്.
ഉപനിഷത്തുക്കളിൽ നിന്ന് എടുത്ത സംഗ്രഹമാണ് എടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയിൽ. പ്രഭു മഹാഭാരതത്തിൽ നിന്ന് നമ്മുടെ എടുത്തതാ ഭാഗവതം ഇങ്ങനെ കൊടുത്തേക്കുന്ന ഇതിന്റെ അകത്ത് അങ്ങനല്ലേ അതല്ല. ഭഗവത്ഗീതയിലെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തുകൾ പഞ്ചവേദം എന്ന് പറയപ്പെടുന്ന മഹാഭാരതത്തിന്റെ ഭാഗമാണ് ഭഗവത്ഗീത. ഇങ്ങനെയാണ് നമ്മുടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പം അതിന് മഹാഭാരതം തെറ്റാണോ പ്രഭു? മഹാഭാരതവും പൂർണ്ണമായിട്ട് ശരിയല്ല. ഉപനിഷത്തുക്കളാണ്. ഉപനിഷത്തുക്കളിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4 വേദങ്ങളുണ്ടല്ലോ, ചതുർവേദങ്ങളിലാണ്. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ വേദം ഉപനിഷത്തുക്കള്. ഉപനിഷത്തുക്കളുടെ സംഗ്രഹമാണ്. അതായത് നമ്മൾ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന ദുഗ്ധം ഗീതാമൃതം മഹേത് എന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിൻ്റെ അകത്തും പറയുന്നുണ്ടല്ലോ. ഭഗവത്ഗീത എന്ന് എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ മാതാജി. അടുത്തത് 13ാമത്തേത്, കൃഷ്ണാവബോധത്തിൽ ഉള്ളവർ എങ്ങനെ അതീന്ദ്രിയാവസ്ഥയിൽ എത്തുന്നു? കൃഷ്ണന്റെ കരുണയെ മാത്രം ആശ്രയിച്ച്. കൃഷ്ണന്റെ കരുണ കിട്ടുമ്പോഴാണ് അവരെന്താണ് അതീന്ദ്രിയാവസ്ഥയിൽ എത്തുന്നത്. ഭഗവാന്റെ കരുണ ഇല്ലാതെ, മെർസി ഇല്ലാതെ യാതൊരു തരത്തിൽ അവർക്ക് അതീന്ദ്രിയാവസ്ഥയിൽ എത്തിച്ചേരാണ്ട് പറ്റത്തില്ല. 14, വേദങ്ങളിൽ ഉദ്ദിഷ്ടമായത് എങ്ങനെ കരുണ തന്നെ വേണമെങ്കിൽ നേടാനാവുന്നതാണ്? വേദങ്ങളാൽ ഉദ്ദിഷ്ടമായത് എങ്ങനെ നേടാനാവുന്നതാണ്? അവയുടെ ഉൾപ്പൊരുൾ അറിഞ്ഞതുകൊണ്ട്. അപ്പം വേദങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ നേടാനാവുന്നത്? അതിന്റെ ഉൾപ്പൊരുൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലേ? നേടാനാവട്ടം. വേദങ്ങളിൽ ഒരുപാട് കാര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ നേടണമെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാം മുഴുവൻ കാമ്യകർമ്മങ്ങളാണല്ലോ, ഫലോദിഷ്ട കർമ്മങ്ങളാണ് കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നേടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉൾപ്പൊരുൾ അറിയണം. ഉൾപ്പൊരുളെന്ന് തന്നെ എഴുതണം. മാതാജി വേദങ്ങളുടെ ഉള്ളടക്കം എന്നാണ് എഴുതിയത്. വേദങ്ങളുടെ ശരിയാണ്, കുഴപ്പമില്ല, ശരിയാണ്. 15, ആത്മസാക്ഷാത്കാരം എന്നാൽ എന്താണ്? കൃഷ്ണനെയും കൃഷ്ണനും താനുമായിട്ടുള്ള ശാശ്വത ബന്ധത്തെ പറ്റി അറിയുക. അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. കൃഷ്ണനെയും കൃഷ്ണനും താനുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അറിയുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരം. 16, വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ എന്താണ്? വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ എന്താണ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ജീവാത്മാവിൽ കൃഷ്ണാവബോധത്തിന്റെ പുനരുദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ് വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ. അതായത് ഓരോ വ്യക്തികളുടെയും ജീവാത്മാവിൽ കൃഷ്ണ അവബോധത്തെ പുനഃപ്രതിഷ്ഠിക്കുക. ഓൾറെഡി നമ്മളെല്ലാം എന്താണ്, എറ്റേണലി കൃഷ്ണന്റെ സെർവൻസ് ആണ്. ഭഗവത് നാമത്തിൽ ആനന്ദം കൊള്ളുന്നവൻ ഉത്തമനായ വേദാന്തിയാണ്. വൈദിക ലക്ഷ്യത്തിന്റെ അന്തിമ ലക്ഷ്യം അതാണ്. അതെ, ഇത് 2 ചോദ്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സിമിലർ ആയിട്ടുള്ളത്. ഒന്ന്, വൈദിക വിജ്ഞാനത്തിന്റെ പരമകാഷ്ഠ എന്താണെന്നുള്ളതാണ് 16ാമത്തെ ചോദ്യം. അപ്പൊ വ്യക്തിഗത ജീവാത്മാവിൽ കൃഷ്ണോപദത്തിന്റെ പുനരുദ്ധാരണമാണ് അതിന്റെ പരമകാഷ്ഠ. ഇനി അടുത്തത്, വൈദിക വിജ്ഞാനത്തിന്റെ പരമ ഉദ്ദേശം എങ്ങനെ നിറവേറ്റപ്പെടും? 17. അപ്പൊ അത് ഭഗവാന്റെ തിരുനാമം ഉരുവിടുന്നത് കൊണ്ട്. 17ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ്. ഇനി അടുത്തത്, വൈദിക വിജ്ഞാനത്തിന്റെ ഉച്ചകോടി എന്താണ്? അതെന്താണ്? വേദാന്തം. വൈദിക വിജ്ഞാനത്തിന്റെ ഉച്ചകോടി എന്ന് പറയുന്നത് വേദാന്തമാണ്. 19, ഉത്തമനായ വേദാന്തി ആരാണ്? ഭഗവത് നാമത്തിൽ പരമാനന്ദം കൊള്ളുന്നവൻ. ഉത്തമനായ വേദാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് നാമത്തിൽ ആനന്ദം കൊള്ളുന്നവനാണ് ഉത്തമനായ വേദാന്തി. പരമാനന്ദം കൊള്ളുന്നവൻ. അടുത്തത് 20 3 ഓപ്ഷനുള്ളതാണ്. സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്ത് പറയുന്നു? എ, സഞ്ചിത കർമ്മം, ബി, അകർമ്മം, സി, നിയതകർമ്മം, ഡി, വികർമ്മം.
നിയത കർമ്മം. നിയതകർമ്മം. നിയതകർമ്മം. നിയത കർമ്മം സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരി. 21 വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്താൽ ഒരാൾ മുക്തിമാർഗത്തിൽ എത്തും. 21 വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്താൽ ഒരാൾ മുക്തിമാർഗത്തിൽ എത്തും. എങ്ങനെയാണ്? അനാസക്തിപൂർവം, ആസക്തി ഇല്ലാതെ ചെയ്യണം അല്ലെ. 21 അനാസക്തിപൂർവം. 22 എങ്ങനെ ഭഗവാൻ അനാസക്തിപൂർവം. ഭഗവാനെ അനാസക്തിപൂർവം. അത് എഴുതിയ തെറ്റാണ് പ്രഭു. അതും ശരിയാണ് മാതാജി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. ആസക്തി ഇല്ലാതെ ചെയ്യുക. അനാസക്തി ആസക്തി ഇല്ലാതെ ചെയ്യുക. 22 എങ്ങനെ ചെയ്യുന്നവർക്കാണ് ജീവിത വിജയം താനേ കൈവരുന്നത്. കൃഷ്ണാവബോധപൂർവകമായ പ്രവർത്തനത്തിന് വേണ്ടി സർവ്വശക്തികളും ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് ജീവിത വിജയം താനേ കൈവരും. എങ്ങനെയാണ്? കൃഷ്ണാവബോധപൂർവമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സർവ്വശക്തികളും ഉപയോഗിക്കുന്നവർക്ക്. സർവശക്തികൾ ഉപയോഗിക്കുന്നത്. 23 എന്താണ് യോഗം എന്നാൽ? യോഗം സദാ എന്നാൽ അസ്വസ്ഥങ്ങളായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ പരമോന്നതിൽ ഏകീകരിക്കുന്നതാണ് യോഗം. അതെ, അതായത് യോഗം എന്നാൽ കർമ്മകുശലത എന്നും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ജീവാത്മാവിനെ പരമാത്മാവിനോട് യോജിപ്പിക്കുന്നതിന് യോഗം എന്ന് പറയുന്നു. പലതരത്തിലും പല പർപ്പട്ടിലും പല രീതിയിലാണ് പറയുന്നത്. ഒന്നുകിൽ കർമ്മകുശലത, അല്ലെങ്കിൽ മാതാജി പറഞ്ഞത് അല്ലെ ജീവാത്മാവിനെ പരമാത്മാവിനോട് യോജിപ്പിക്കുന്ന പ്രക്രിയ. 24 ഭഗവത്ഗീതയുടെ സന്ദേശമായി ഇവിടെ പറയുന്നത് എന്താണ്? സർവ്വവിധേനയും കൃഷ്ണ ഭഗവാൻ സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും പ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാകുക എന്നുള്ളതാണ്. അതായത് സർവ വിധേനയും കൃഷ്ണ ഭഗവാന് സ്വാർപ്പണം ചെയ്തിട്ട് ജനിമൃതികളുടെയും കർമ്മപ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാകുക. ഭഗവത്ഗീതയുടെ ഒരു സന്ദേശം, പല സന്ദേശങ്ങളിലുള്ളതിൽ നമ്മൾ ഈ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശമാണ്. ഇതിലാണ് കർമ്മകുശലതയാണ് യോഗം എന്ന് പറയുന്നത്. അതെ അതെ. ഇനി അടുത്ത് 25 ഇഹലോകത്തിൽ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തനാവാം? ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇഹലോകത്തിൽ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തനാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന്. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തിപരതം ഭഗവാന്റെ സേവകൻ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ സേവകൻ. അത് ശരിയാണോ? അതെ. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക്. അപ്പൊ ഉത്തരം ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ആരൊക്കെയോ എക്സിറ്റ് ആയല്ലോ അല്ലെ? കാര്യം ടഫാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്താ പറയുന്നത്, ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല. അത് ചെയ്യുന്ന സമയം നിങ്ങൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടല്ലോ, അത് വായിക്കാനുള്ള ഒരു ഇത് ആണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് പ്രശ്നോത്തരി ഇടുന്ന പേരിലെങ്കിലും അത് എനിക്കും ചോദ്യം എഴുതാൻ വേണ്ടിയിട്ട് എനിക്കത് വായിക്കാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾക്കും അത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാനായിട്ട് സാധിക്കുമല്ലോ. അല്ല ഞാനും എടുക്കില്ല, നിങ്ങളും എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പം നിങ്ങളെ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമുക്ക് മാർക്ക് നോക്കാം. മാർക്ക് നോക്കാനുണ്ട്. ആരൊക്കെ എഴുതിയോ ആവോ? ആകെ 2-3 പേരേ ഉള്ളൂ. കൃഷ്ണകുമാരി മാതാജി എത്ര മാർക്കുണ്ട്? 6 മാർക്കേ ഉള്ളൂ പ്രഭു. 6 എണ്ണേ ശരി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. രതി മാതാജി 24 ഒരെണ്ണം തെറ്റിട്ടു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. മാതാജി സുഖമില്ലാഞ്ഞിട്ട് ഇത്രയും കഷ്ടപ്പെട്ട്
പരിശ്രമിച്ച് ഭഗവാന്റെ കൃപ ഉണ്ടായതിൽ സന്തോഷം. ഹരേ കൃഷ്ണ. നല്ല വിജയമാണ്. നല്ലത് വരട്ടെ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. 5 എണ്ണം തെറ്റി പ്രഭു. ഞാൻ ഇത് കണ്ടിരുന്നില്ല. എനിക്ക് കേറാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഒരു ഭക്തിശാസ്ത്രിയുടെ ഇതുണ്ടായിരുന്നു. അപ്പൊ കേറാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വായിക്കണം. ഈ ആഴ്ച ക്ലാസ് ഇല്ലാഞ്ഞോണ്ട് ഞാൻ കേറിയതാ. ഞാൻ അതുകൊണ്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഓക്കെ. എന്നാലും മാതാജി ഞാനേ അത്ര ശ്രമിച്ചല്ലോ. അപ്പൊ മാതാജിയുടെ ആ ഒരു ഇന്റലിജൻസ് കൊണ്ട് എഴുതിയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായി അല്ലേ? അയ്യോ, ശരിക്കും അപ്പൊ അത് പഠിക്കുന്നതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രചോദനമാണ് രതിദേവി മാതാജിയൊക്കെ ഇങ്ങനെ 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 ശരിക്കും ഇങ്ങനത്തെ നല്ല നല്ല സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് ഇത്രയും മോശം സ്റ്റുഡൻസ് ഇത് എന്നുള്ളത് നല്ല സ്റ്റുഡൻസ് ഒന്നും അല്ല. ഇതെല്ലാം ഇതിരുന്ന് രാത്രി പകലിരുന്ന് പാടുപെടുകയാണ്. പണ്ട് ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ആരായേനെ എന്നാണ് ആലോചിക്കുന്നത്. 80 പോയിന്റുകൾ ഞാൻ എഴുതി ഈ 10 ഭാവാർത്ഥത്തിനൂടെ. ഹരിപൂർ. ഹരേ കൃഷ്ണ മാതാജി ഞാൻ മാതാജി. വ്യാഴാഴ്ച തൊട്ട് പഠിക്കുമായിരുന്നു. വ്യാഴാഴ്ച മുതൽ പഠിച്ച് ബുക്കിന്റെ അകത്ത് എഴുതിയതാന്ന്. ഈ 6 മണി തൊട്ട് 6 മണി വരെയും പഠിക്കുമായിരുന്നു. എന്നിട്ടും എഴുതാൻ പറ്റി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് നിങ്ങളോടൊക്കെ അത് അഭിമാനമാണ് ഓർമ്മ തോന്നുന്നത്. വരുന്നേ. ഈ മാർക്കിലല്ല കാര്യം. സന്തോഷമാണ് അതിന്റെ പ്രഭുജി. ഇത് അല്ല ചെയ്യാൻ ഭയങ്കര മാർക്കിലല്ല. സന്തോഷമാണ്. ആ മാർക്കിലെല്ലാം കാര്യം മാർക്കിനോടല്ല പാർട്ടിസിപ്പേഷനിലാണ്. ഈ മാതാജി. പരിശ്രമമാണ്. മാർക്കിനോടല്ല. അപ്പൊ ഈ ഇത് പരിശ്രമം. എഴുതാനും വായിക്കാനും ഒരു പ്രചോദനം. അതെ അതൊരു അതെ. സത്യമാണ്. ഇത് ആ ചെയ്യണമല്ലോ അല്ല എന്നുള്ള ഒരു തോന്നൽ. രതിദേവി മാതാജി ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച കൂട്ടത്തിൽ കേട്ടത് തന്നെ ഏറ്റവും വലിയത് എന്താണ്? ഭക്തനെന്ന്. അപ്പൊ ഭക്തനെന്നറിയപ്പെടാനാണ് ഏറ്റവും വലിയ ഇതെന്നാണ് നമ്മള് പഠിച്ചു വരുമ്പോ ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നല്ലോ. അപ്പൊ രതിദേവി മാതാജി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ആരായിരുന്നെ. പിന്നെ അതാണ് നമ്മള് ഏറ്റവും വലിയ ഹരിപൂർ. ഹരേ ഇത് കൃഷ്ണ. നമ്മള് പഠിച്ചു വരുമ്പോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാപ്റ്ററിലുണ്ട്. ഏറ്റവും ഇതായിട്ട് നമ്മൾ പ്രശസ്തനാകുക എന്ന് പറയുന്നത് വേറെ പ്രശസ്തി അല്ല വേണ്ടത്, ഭക്തൻ എന്ന രീതിയിൽ പ്രശസ്തനാവണമെന്നാണ്. അപ്പൊ രതിദേവി മാതാജി ഭഗവാനെ പഠിച്ചിരുന്നെങ്കിൽ വിളിയല്ലേ. ആരാകും? ഭക്തയാകും. ഹരേ കൃഷ്ണ. നന്നായിട്ട് വായിക്കും തോറും വായിക്കാൻ തോന്നുകയാണ്. പക്ഷെ ഒരു കാര്യം, വായിക്കുന്ന വീണ്ടും വീണ്ടും അത് തന്നെ അല്ലേ എന്നൊരു തോന്നലും. ഒരു ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എഴുതുന്ന പോയിന്റ് അല്ലേ അടുത്തത്. വീണ്ടും ഞാൻ പേപ്പർ മറിച്ചിട്ട് ഇതല്ലേ ഞാൻ മുമ്പേ എഴുതിയത് വീണ്ടും മറിക്കും. അങ്ങനെ മറിച്ചാണ് എഴുതി ചിലപ്പോ രാത്രി 1:30 2 മണിയൊക്കെയാണ് ഇങ്ങനെ ഹരേ കൃഷ്ണ. ഇരിക്കുന്നേ. മാതാജിക്ക് അവിടെ വരുന്നവരെയൊക്കെ വെച്ചിട്ട് ഒരു ഹരേ ക്ലാസ് കൃഷ്ണ. എടുക്കാൻ വയ്യ മാതാജി. മാതാജിയുടെ സുഹൃത്തുക്കളെയൊക്കെ ക്ലാസ് വെച്ചിട്ട്. എടുത്തൊന്നും മറിക്കാൻ. അപ്പൊ അല്ല, കുഞ്ഞു മക്കളുമാരെയൊക്കെ വിളിച്ചിരുത്തി ഇത്തിരി കഥയൊക്കെ പറയും. അവരുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അവിടെ അതിന്റെ ഇടയ്ക്ക് മാതാജിക്ക് കുറെ ഇച്ചിരി മാതാജിമാരുണ്ടല്ലോ കൂട്ടുകാരായിട്ടുള്ളത്. അപ്പൊ അവരെയൊക്കെ ഉണ്ട്. അവരെയൊക്കെ വിളിച്ചൊരു കീർത്തനം, ഇതുപോലെ ഭഗവത്ഗീതയുടെ ശ്ലോകം വായിച്ചിട്ട് ഒരു ഇത് തുടങ്ങത്തില്ലേ മാതാജിക്ക്? ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ NSSന്റെ കരയോഗത്തില് നമ്മള് ഞായറാഴ്ച തോറും ഒരു സത്സംഗമൊക്കെ വെച്ചിട്ടുണ്ട്. അതെയല്ല. അപ്പൊ അവിടെ കൂടെ ഇരുന്ന് അതൊക്കെ അപ്പൊ അവിടെ ഇരിക്കുന്നവരൊക്കെ ഇതുപോലൊന്നും ക്ലാസ്സിന് പോകുന്നില്ലെങ്കിലും ശരിക്കും നല്ലതുപോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അവരിന്ന് കുറെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല. അവർക്കൊക്കെ ഒരുപാട് കഥയൊക്കെ അറിയാം. അവരെയൊക്കെ നാരായണീയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. ഇത് ആധികാരികമായിട്ട് അറിയില്ല. ഒരുപാട് നോളജ് ഉണ്ട്. പക്ഷെ നോളജ് ശരിയായിട്ടുള്ള രീതിയിലല്ല ഉണ്ട്. എല്ലാം ഓവറോൾ അറിയാം. പക്ഷെ അത് പർട്ടിക്കുലർലി ആ ഒരു ഇതിൽ വരുന്നില്ല, ആ ടാർഗറ്റിൽ പോകുന്നില്ല. ഇങ്ങനെ അല്ല, വ്യതിചലിച്ചാണ്. ഒരു കാര്യം പ്രഭുജി, ഒരു കാര്യമുണ്ട്. അവിടെ ഒരു 10 പേര് വരുമ്പോഴേ അതിൽ നിന്നും പലത് പറയുമ്പോഴേ അത് എനിക്ക് ഇങ്ങനെയായിരുന്നു, ഇത് അങ്ങനെയാണോ എന്ന് ചോദിച്ച് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലേ. ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടും. ഒരാൾ ഇങ്ങനെയാണ് പറയുമ്പോ മറ്റാൾ ഞാനിത് ഇങ്ങനെ കേട്ടിട്ടുള്ളേ എന്ന് പറയുമ്പോ അവിടെ അതൊരു താരതമ്യപ്പെടുത്തിയിട്ട് കുറെ കൂടെ ഒക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും പറയുന്നത് ഇപ്പൊ അങ്ങ് മണ്ടേ ചെന്നപ്പോഴാണ് എല്ലാവർക്കും പഠിത്തം വന്നേ. നല്ല ഓർമ്മ നിൽക്കുന്ന കാലത്ത് ഒന്നും പഠിച്ചിട്ടും ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ദിവസം എത്ര ക്ലാസ്സുകളാ കേൾക്കുന്ന ഈ ഓൺലൈനിൽ തന്നെ. ഈ ഭഗവത്ഗീതയൊക്കെ ഒന്നും തലയിൽ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. മിക്കവാറും ക്ലാസ് പാടാണ്. ഹരേ കൃഷ്ണ. പത്മ ഭയങ്കര മാതാജി. ഹരേ കൃഷ്ണ. എനിക്ക് 15 മാർക്ക്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. മാതാജിക്കും ഇതുപോലെ പരിശ്രമിച്ചായിരുന്നോ അതോ സമയം അതെ, കിട്ടിയില്ലേ? ഇങ്ങനത്തെ
ക്ലാസ്സിൽ കയറാൻ പറ്റുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പുസ്തകമൊക്കെ പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും ഇല്ല. അവന്റെ ഭഗവത്ഗീത ഉണ്ടെങ്കിലും ഈ ഭഗവത്ഗീതയല്ല, മറ്റേ ഭഗവത്ഗീതയൊക്കെ ആയിരുന്നു. വേറെ ഈ അർത്ഥമൊന്നും അല്ലല്ലോ അതിനകത്തുള്ളതും. അതെ. പിന്നെ നാരായണിയൊക്കെ ക്ലാസ്സൊക്കെ കുറെ പങ്കുകൊണ്ടിട്ടുണ്ട്. ഭാഗവതമൊക്കെ കുറച്ചൊക്കെ ഉം ഉം. ഇവിടെയൊക്കെ ഒക്കെ പോവുക എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഈ ഒരു പരിചയമില്ല. കൃഷ്ണാവബോധ പ്രവർത്തനം അങ്ങനെയൊന്നും ഇവിടങ്ങളിലൊന്നും ആർക്കും ഇല്ല. അവിടെ ആർക്കും ഇല്ല. എനിക്കറിയാം, ആ ഏരിയയിലൊക്കെ തീരെ ഇതാണ്. ഇല്ല. ആ ചെറുവള്ളി ഏരിയയിൽ ഭാഗമല്ലേ? ഇല്ല, നമ്മുടെ കേരളത്തിലെ കുറവാണ്. ഹരയോഗം കേരളത്തിൽ ഹരയോഗത്തിൽ ഇതൊന്നും അറിയില്ല. ആ അല്ലെ നാരായണൻ ചെല്ലും, നമ്മളിങ്ങനെ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ചെല്ലും, അല്ലെ വെള്ളിയാഴ്ച തോറും ഇവിടെ അങ്ങനെയൊക്കെ ഓരോരോ ചെല്ലുന്ന ഓരോ ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ക്ലാസ്സോ അങ്ങനത്തെ ഒന്നും ഇല്ല ഹിന്ദുക്കൾക്ക്. അതെ. കേരളത്തിലെ കൂടുതലും ശിവനെയും ദേവിയെയാണ് ഭജിക്കുന്നത്. കൃഷ്ണനെ അതെ. നമ്മൾ ആകപ്പാട് അഷ്ടമി രോഹിണിക്കാണ് ഒരു രാധയും കൃഷ്ണനെയും നമ്മൾ കാണുന്നത്. അങ്ങനെ ഇപ്പോഴാണ് കണ്ടിട്ടുള്ളൂ. ആ, അഷ്ടമിയോണിക്ക് ഒരു കൃഷ്ണൻ ഇപ്പോഴാണ് രാധയും കൃഷ്ണനും ഇപ്പോഴാണ് കെട്ടിപ്പിടിച്ച് നമ്മൾ കണ്ടു. ഇതൊക്കെ അതും ഞങ്ങൾ ഈ അത് പിന്നെ ഇപ്പം നല്ല ഇതിന്റെ വ്യത്യാസം ആണ് ഉണ്ടായിട്ടുണ്ട് ബന്ധുക്കൾക്ക് കേരളത്തില്. പോയത് കൊണ്ടാണ്. ആ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കൃഷ്ണഭക്തി ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ ഉണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് അത് അതെ. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, വളരെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ ഇപ്പൊ തന്നെ നമ്മൾ ഹരേകൃഷ്ണ എന്ന് പറഞ്ഞാൽ ചില ഹരേകൃഷ്ണ തിരിച്ചു പറയുമല്ലോ, നേരത്തെ അതില്ലായിരുന്നു. അപ്പം ആ കരയേറ്റൊക്കെ പോയിട്ട് എവിടെയോ തുളസിമാല ഇട്ട ഒന്ന് രണ്ട് പേരെയൊക്കെ ഞാൻ കണ്ടു. അതെ അവർക്ക് അല്ലേ, എവിടുന്ന് കിട്ടി? നേരത്തെ അങ്ങനെ തുളസിമാല കാണാനേ ഇല്ലായിരുന്നു. അപ്പൊ ഇല്ല, നമ്മളിത് ഇല്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ വളരെ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ തുളസിമാല ഇട്ടവരെയൊക്കെ കാണാനുണ്ട്. എങ്ങനെ എവിടുന്ന് കിട്ടുന്നതെന്ന് എങ്ങനെ ബന്ധമുണ്ടോന്നൊന്നും അറിയത്തില്ല. അറിയുന്ന ആൾക്കാരൊന്നും അല്ല, പക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ, വളരെ വിരളമാണ് പോകുന്ന വഴിക്ക്. തുളസിമാല ഇട്ടാൽ കണ്ട ഉടനെ ചോദിക്കുന്നവരുണ്ട്, ഡിസ്കൗണ്ട് ആണോ ചോദിക്കുന്നവരുണ്ട്. അതെ, ചിലര് ചോദിക്കും ഇതന്നെ കൊന്തയാണോന്ന് ചോദിക്കും. പള്ളിയിലെ അങ്ങനെ അവരിടുന്നതുണ്ടല്ലോ ഇത്. അതെ അല്ലേ. ആ അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. അറിയത്തില്ലാത്തവരും, ഒട്ടും അറിയത്തില്ലാത്തവരും ഉണ്ട്. അതെ. അപ്പൊ എന്തായാലും ആ, നമ്മള് ആ, എന്താ ഈ പ്രശ്നോത്തരി കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ ആഴ്ചയില് അതുപോലെ തന്നെ എനിക്കും 2 കടമ്പകൾ കടന്നു കിട്ടിയിട്ട് എനിക്ക് അവസാനം ഗുരുവാശ്രയം കിട്ടി. അതൊരു വലിയ ഒരു മഹാഭാഗ്യം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഗുരുമഹാരാജിനെ നേരിട്ട് ഈവൻ ഓൺലൈനിൽ കൂടെ കാണാനും സാധിച്ചില്ല. കാര്യം അദ്ദേഹം ഈ ഡയാലിസിസ് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് എടുക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വലിയൊരു ചടങ്ങുകളാണ് അവിടെ നടന്നത്. ഞാൻ ഷെയർ ചെയ്തിരുന്നു, ആരൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നവർ ശ്രദ്ധിച്ചാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന സംസാരധാവ, അതുപോലെ തന്നെ കിപജയോ അങ്ങനെയൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം അതിന് ചോദ്യവും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കടമ്പയായിട്ട് 2 ഘട്ടത്തിൽ ഓൺലൈനിലായിരുന്നു ചോദ്യം ഉത്തര സെക്ഷന്. നമുക്ക് ഈ കീർത്തനങ്ങൾ, ആരതി കീർത്തനങ്ങൾ, കിപജയം എന്ന് പറഞ്ഞാൽ അത് ഗൗരാരതി എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയുള്ള ആരതിയാണ്. സന്ധ്യാരതി എന്ന് പറയും. മറ്റേത് മംഗളാരതി അല്ലെങ്കിൽ ഗുരു അഷ്ടകം. പിന്നെ ഗുരുവാരതി എന്ന് പറഞ്ഞ വേറൊരു സോങ് കൂടെ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇന്ന് അത് ബാക്കിയും കൂടെ നോക്കാം. അപ്പം ഇതൊക്കെ എന്താ പറയുന്നത്, നമ്മൾ ഈ കടമകളൊക്കെ കടക്കണം. അപ്പം അങ്ങനെ അവസാനം വൈഷ്ണവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് 8ാമത്തെ വർഷം എനിക്ക് ഗുരുവാസനം കിട്ടി. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ അതിന് യോഗ്യനാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ എങ്ങനെയോ ആരുടെ കൃപ കൊണ്ട്, ഇവിടുത്തെ ലീഡേഴ്സിന്റെ ഒക്കെ കൃപ കൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ അവിടെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ചടങ്ങ് ഞാൻ കണ്ടിരുന്നു. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, അവിടെ ഉണ്ടായിരുന്നവർക്ക് കേട്ട് കാണും. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ കയറിയിരുന്നു ക്ലാസ്സിൽ, രോഹിണി മാതാജി എടുത്ത ക്ലാസ്സിൽ. അപ്പം അവിടെ 60 വയസ്സ് കഴിഞ്ഞ 3 ഫാമിലി കൃഷ്ണാവതിലേക്ക് വന്ന് അവരുടെ ഷഷ്ടിപൂർത്തി ആഘോഷമായിരുന്നു. ആ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് അവരുടെ 2ാമത്തെ കല്യാണം കൂടി നടത്തി. 2ാമത്തെ കല്യാണം. അപ്പൊ ആദ്യത്തെ ആ കല്യാണത്തിന്റെ ഒരു താലി ഉണ്ടല്ലോ, അതുകൂടാതെ 2ാമതൊരു താലികെട്ടൊക്കെ നടത്തി. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് ഭയങ്കര വലിയ ഹോമവും ഇതെല്ലാം നടത്തി. ഭയങ്കര ഹോമം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നിൽക്കുന്ന വൈഷ്ണവ ആചാര്യന്മാരിരുന്ന് നടത്തിയ ഹോമമാണ്. ആ ഹോമം കഴിഞ്ഞിട്ട് പിന്നെ അവരെ എല്ലാവരും കൂടി ഇരുത്തി കുളിപ്പിച്ചു. അതായത് എല്ലാ നദികളിൽ നിന്നും വെള്ളമൊക്കെ ആവാഹിച്ച് വളർത്തി എല്ലാ ഭക്തന്മാരും അവർക്ക് വെള്ളം തളിക്കുകയും കുളിപ്പിക്കുകയും ചെയ്തു അവിടെ ഇരുത്തി. എന്നിട്ട് അവര് വേറെ ഡ്രസ്സൊക്കെ മാറി വന്നു, കല്യാണ പെണ്ണും ചെറുക്കനുമായിട്ട്.
അങ്ങനെ വന്ന് അവർ താലികെട്ടായിരുന്നു, മുഹൂർത്തം കുറിച്ചിട്ടുള്ള താലികെട്ട്. ആ ആ താലികെട്ട് കഴിഞ്ഞതിന് ശേഷം മാലയിടയിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പ്രസന്റ് ഒക്കെ കൊടുക്കുന്ന ചടങ്ങായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അനുഗ്രഹം മേടിക്കുക പാത്രത്തിൽ വീണ്. പിന്നെ സീനിയേഴ്സ് അവർ ചെന്ന് സീനിയേഴ്സിന്റെ അടുക്കൽ നിന്ന് അവര് അനുഗ്രഹം മേടിക്കുക. ആ ഒരു ചടങ്ങൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗുരുവാശ്രയത്തിന്റെ ചടങ്ങൊക്കെ നടന്നത്. വളരെ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരിപ്പം 2 താലി ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാനിതൊക്കെ ഈ വൈഷ്ണവ സിസ്റ്റത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ നേരിട്ട് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള മാതാജിമാർക്ക് ഒരു വലിയൊരു ചടങ്ങ് ഹോമമൊക്കെ ഉണ്ട്. അതിന്റെ പേരെന്താണോ, അയ്യോ, ഇത് സീമന്തം ഇവിടെ അല്ലേ? സീമന്തം. സീമന്ത് ഖത്തറിലാണോ പ്രഭു? അതെ അതെ മാതാജി, അതെ, സീമന്തം. അങ്ങനെ ഞാൻ ഒരു സീമന്തം ചടങ്ങും പങ്കെടുത്തു. വൈഷ്ണവ രീതിയിലുള്ള സീമന്തം നടത്തുന്നത്. കാര്യം കുട്ടികൾ വൈഷ്ണവരായിട്ട് വരാനായിട്ട്. പിന്നെ ഗർഭസംസ്കാരം എന്ന് പറഞ്ഞ് ഗർഭധാന സംസ്കാരം ഉണ്ട്. അത് ഗർഭിണിയാകുന്നതിന് മുൻപേ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് നല്ല ഭക്തനായിട്ടുള്ള ഒരു കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ സീമന്തത്തിന് ശേഷമുള്ള 2 കുട്ടികളെ നമുക്കറിയാം. ആ കുട്ടികളൊക്കെ ഇത്രയേ ഉള്ളൂ, പക്ഷെ ജപമാലയൊക്കെ എടുത്തുകൊണ്ട് വരികയും നമ്മളിലൊക്കെ അടുക്ക വന്ന് ഹരേ കൃഷ്ണ പറയും. ആ സീമന്തത്തിലുള്ള സീമന്തത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ കുട്ടി, ഞാൻ ഒരേ ഒരു സീമന്തം ഇവിടെ അറ്റൻഡ് ചെയ്തുള്ളൂ. കാര്യം എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്ന ഒരേ സീമന്തത്തിലായിരുന്നു. ആ സീമന്തത്തിൽ ആതിര എന്ന് പറഞ്ഞ ഒരു മാതാജിയുടെ സീമന്തമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം അതുണ്ടായ കുട്ടി ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവായിട്ട് വേഷം കിട്ടി. 4 വയസ്സേ ഉള്ളൂ. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇംഗ്ലീഷില് ആ കുട്ടി അത് കാര്യം പല രാജ്യക്കാരും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള ഡ്രാമയിൽ അത് വേഷം കിട്ടി. അതായത് ഗൗരനിത്തായില്ല. അപ്പൊ ആ കുട്ടിയുടെ പേരും ഗൗര എന്നാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ആ കുട്ടി എന്താ പറയുന്നത്, ഈ ഭഗവത്ഗീത ജയന്തിയുടെ അന്ന് നമ്മൾ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇതില്ലേ നമ്മുടെ 12ാമത്തെ അധ്യായം ഭക്തി, എന്താണ് ഭക്തിയോഗം. ആ ഭക്തിയോഗം മുഴുവൻ അത്രയും ശ്ലോകങ്ങൾ അത് കാണാതെ പറഞ്ഞു അവിടെ. അപ്പൊ 4 ആലോചിച്ച് വയസ്സുള്ള കുട്ടി. 4 വയസ്സുള്ള അയ്യോ. കുട്ടി. അപ്പം ഈ ഇപ്പൊ അതിന് 5ആയി. യൂട്യൂബിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് 5ആയി. അപ്പൊ അത് കാണാതെ പഠിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു ചടങ്ങുകളൊക്കെ നമ്മള് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചടങ്ങുകളാണ്. അത് വൈഷ്ണവരായിട്ടുള്ള രീതികൾ. ഇത് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാരും അതുപോലെ ആയിരിക്കണ്ടേ, എന്നാലല്ലേ നടക്കുള്ളൂ. അതേ മാതാജി, അത് ഓരോ പൂർവ്വ ജന്മ കർമ്മഫലമാണ് നമ്മളുടെയൊക്കെ. നമ്മളെ വീട്ടിൽ എല്ലാവരും അങ്ങനെ ആകണമെന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഭഗവാന്റെ നിശ്ചയം നമ്മൾ ആഗ്രഹിക്കുക. അവർ വരണമെന്ന്. അങ്ങനെ പിന്നെ പറ്റുന്നില്ല. നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുക, നമ്മളത് ചെയ്യുക, ബാക്കിയൊക്കെ ഭഗവാൻ അതേ വിട്ടുകൊടുക്കുക. ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം, ഏറ്റവും കാര്യം നമ്മുടെ അതുപോലെ പ്രഭു. ഉള്ളിയൊക്കെ എടുക്കാതെ പറ്റത്തില്ല. അതുപോലെ അവര് വല്ലപ്പോഴും നോണൊക്കെ കഴിക്കും. അത് നമ്മളിവിടെ അവരെടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോ ഇതൊന്നും തൊടത്തൊന്നും ഇല്ലെങ്കിൽ നമുക്കതൊന്നും പറ്റത്തില്ല. ഭഗവാൻ വെക്കാനും ഒന്നും നോക്കത്തില്ല. ഞാൻ അബിയ മാതാജി പലതവണ എന്നോട് പറയാറുള്ള കാര്യമാണ്. പക്ഷെ മാതാജി ഇപ്പം വേറെ വെച്ച് തുടങ്ങി. ഒരു വീട്ടിൽ അപ്പൊ 2 ഞാനമ്മമാരെ ഒട്ടും പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. ഇവിടെ വേറെ കുറച്ചൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ അവര് ശ്രദ്ധിക്കും. മുഴുവൻ പറ്റുന്നില്ല. ഉള്ളി എടുക്കാതെ പറ്റുന്നില്ല പ്രഭു. ഉള്ളി എടുക്കാതെ പറ്റുന്നില്ല. അതായത് അന്നേരമാ ഇവര് ഫാമിലി വരുന്നതിന് മുൻപേ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നതും ഈ എന്താ പറയുക, മറ്റുള്ള എല്ലാ ആൾക്കാരും ഉള്ള ഒരു ഫ്ലാറ്റില് 4 റൂമുള്ള ഒരു ഫ്ലാറ്റിലാണ് ബാച്ചിലറായിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ റൂമിൽ താമസിക്കുന്ന ആൾ ഡിവോട്ടി ആയിരുന്നു. ആരായിരുന്നു ഞാൻ പറയാം. ഇദ്ദേഹം എന്റെ പേരെന്താ, നമ്മുടെ ഈ കൃഷ്ണ ചൈതന്യ പ്രഭു ഇല്ലേ, ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ വരുന്നത്, ഈ ഹരിപ്പാട്ടുള്ള മാതാജിക്ക് അറിയത്തില്ലേ? കുഞ്ഞുമോൻ പ്രഭു. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണ ചൈതന്യ കൃപാദാസ് എന്നാണ്. അദ്ദേഹം ഞാനിവിടെ ആയിരുന്നു ഒരു റൂമില്. മറ്റുള്ള റൂമില് ഈ മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ ഈ കൃഷ്ണാബോധം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ട്. നമ്മളുടെ റൂമിൽ നമുക്ക് ആൾട്ടറുണ്ട്, ചെറിയൊരു ആൾട്ടറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ റൂമിൽ താമസിക്കുന്നു. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു സിങ്കേ ഉള്ളൂ. ആ സിങ്കിൻ്റെ അത് കാണുന്ന എന്താണ്, വലിയ പാത്രത്തിൽ 4ഉം 5ഉം ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്ന കിച്ചണിലേക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യും? പിന്നെ ഗ്യാസ് സ്റ്റവ്. ഇപ്പം ഗ്യാസ് സ്റ്റവ് ഞാൻ വന്നതിന് ശേഷം വേറൊരു ഗ്യാസ് സ്റ്റവ് ചെറിയ സിംഗിൾ ബർണറുള്ള മേടിച്ചിട്ട് ആ സൈഡിൽ നമ്മൾ വെച്ചു. അത് നമ്മൾ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി. ഇവിടെ അത് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് തെറിക്കുമോ എന്ന് പേടിയാണ്. ഭഗവാൻ ഓഫർ ചെയ്യേണ്ടതാണ്.
അപ്പൊ നമ്മൾ അത് എത്ര പാട് വെച്ചിട്ടാണ്. പിന്നെ ചില സമയത്ത് ഇവര് പൊരിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മട്ടനും ഒക്കെ ഇട്ടിട്ട് വെട്ടി കീറി അവിടെ നിന്ന് ഇത്രയുള്ള ഒരു കിച്ചണാ, ചെറിയ കിച്ചൺ, അതിനകത്ത് കിടന്നാണ് നമ്മള്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, സിങ്കിന്റെ ഇപ്പുറത്ത് ഒരു പേപ്പർ, പത്ര പേപ്പർ വെച്ചിട്ട് അതിലായിരുന്നു പാത്രങ്ങൾ കഴുകിയിട്ട് തുടച്ച് വെക്കുക. നമ്മുടെ പാത്രങ്ങൾ അടുത്ത് അതിന്റെ ഒരു താഴെ ഒരു ഡ്രോവർ ഉണ്ട്, ഒരു ചെറിയ സ്ഥലത്ത് വെക്കുക. അവര് അറിയാതെ പോലെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ നമുക്ക് കഴിക്കാനും ഭഗവാൻ ഓഫർ ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ടേബിളാണ്, ഇത്രയുള്ള ടേബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പത്ര പേപ്പർ പുതിയത് മേടിച്ചിട്ട് അതിൽ അത് വിരിച്ചു വെച്ചിട്ടാണ് ഓഫർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാത്രം എടുത്തിട്ട് തുടച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മനസ്സുകൊണ്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഞാനത് ഒരേ ആദ്യമൊക്കെ ഗ്യാസ് ചെയ്തു സ്റ്റവ് പ്രഭു, ആണെങ്കിലും ഭഗവാൻ ആദ്യമൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് അന്നേരം പാത്രമൊക്കെ ഞാൻ പുതിയതൊക്കെ മേടിച്ചു വെച്ചു. പക്ഷെ സ്കർബറൊക്കെ ഇവര് അന്നേരം മറ്റേതും കൊണ്ടൊക്കെ എടുക്കും. പിന്നെ എനിക്കത് പിന്നെ അങ്ങ് ഞാൻ തന്നെ അങ്ങ് മടിച്ചു. ഭഗവാൻ അത് ദോഷമാണ് ഞാൻ ചെയ്യുന്നത്, സ്ക്രബർ അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകം നമ്മുടെ സ്ക്രബർ എടുത്ത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് മാറ്റി വെക്കണം. അതാണ് ഏറ്റവും വലിയ ഞാൻ പാട്. മാറ്റി സ്ക്രബർ അതൊക്കെ വെച്ച് വേറെ ചെറിയ അടുക്കളയിൽ അതൊക്കെ വെച്ച് നോക്കി. പക്ഷെ ഇവര്, ഞാനല്ലല്ലോ ഇതെല്ലാം ചെയ്യുന്ന വീട്ടിൽ. ഇപ്പം ചേട്ടന് പാത്രമൊക്കെ കഴുകുന്ന കൂടുതൽ എനിക്ക് വയ്യാത്തോണ്ട്. ആ അന്നേരം ഇപ്പം ഫ്രൂട്ട്സും പാലും മാത്രമേ ഭഗവാന് വെക്കുന്നുള്ളൂ, അതേ പറ്റുന്നുള്ളൂ, ഒന്നും വെക്കാൻ ആ സാഹചര്യം മോശമാണെങ്കിൽ അതൊരു വലിയ അതെങ്കിലും കൊടുക്കണം. വെള്ളം ആദ്യം ഞാൻ അത് പറഞ്ഞു, വെള്ളം വെക്കുന്നു. വെച്ച് തുടങ്ങി അത് അത് ആദ്യം കഴിഞ്ഞ് മേടിക്കുന്ന ഉടനെ വെക്കാനേ ഒക്കത്തുള്ളൂ പ്രഭു നമുക്ക്. അന്നേരം അല്ലാതെ നമ്മുടെ എല്ലാരും ഒരേ മനസ്സോടുകൂടി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കൊണ്ടുവരുന്ന ഉടനെ ഞാനത് ഭഗവാൻ വെച്ചിട്ടേ എടുക്കത്തുള്ളൂ. അതെയല്ല. ആ അന്നേരം ഇപ്പം പറയുന്നുണ്ട് അത് കഴിക്കുന്നോണ്ട് ചേട്ടന് ഇപ്പൊ നോണൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഏതാണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയൂടെ. അതെ, അത് തന്നെ മതി. അതാ ഇപ്പൊ മാതാജി ഇപ്പൊ പറഞ്ഞതിൽ നമുക്ക് എന്താ മനസ്സിലായത്, അത് പരിവർത്തനം താനേ ഉണ്ടാകും. മാതാജി ആ ഫ്രൂട്ട്സ് ഓഫർ ചെയ്ത് ഫ്ലിപ്സിലേക്ക് ഇട്ട് അത് കൊടുക്കുക, തനിയെ വരും. ഇതെല്ലാം സ്വിച്ച് ഇട്ട പോലെ നടക്കില്ല മാതാജി. കുറെ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളെ കൂടി ആണല്ലോ ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം. പതുക്കെ മാറും, പതിയെ മാറും. ഇത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്ന സംഭവങ്ങളല്ലത്. അപ്പൊ നമ്മൾ ഇത് ആ ഗൗരാരതി ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ? സമയം കഴിഞ്ഞോ എന്ന് എനിക്ക് അറിയാം. സമയം കഴിഞ്ഞോ ക്ലാസ്സിന്റെ? കഴിഞ്ഞിട്ടല്ലേ? 8 കഴിഞ്ഞു പ്രഭു, 8 കഴിഞ്ഞു. കഴിഞ്ഞില്ല. നമുക്ക് ഒരു ചെറിയ ഒരു ഇതെടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് കിബ ജയോ ജയ ഗൗരാ ചാന്ദേർ അരതീഖ ശോഭ ജാനവി താടാവാനേ ജഗമാനലോഭാം കിബ ദഖീനെ നിതായ് ചാന്ദ് വാമേ ഗദദാര നീകടേയദ്വൈതാശ്രീനി വാസാചത്രധാരാം ജിബബുസീയജെ ഗൗരാചാന്ദ് രത്നസിംഹസനെ ആരതി കോരേൻ ബ്രഹ്മാം ആദിദേവഗണേ. അപ്പൊ അതിന്റെ 3ന്റെ അർത്ഥം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം നോക്കാം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മനോഹരമായ ആരതിക്ക് എല്ലാ സ്തുതികളും. ഗംഗാതീരത്തെ നികുഞ്ചങ്ങളിൽ നടക്കുന്ന ഈ ആരതി പ്രപഞ്ചത്തിലെ എല്ലാ ജീവരാശികളുടെ മനസ്സിനെ ആകർഷിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വലതുവശത്ത് നിത്യാനന്ദ പ്രഭുവും ഇടതുവശത്ത് ഗദാധര പ്രഭുവും സമീപത്ത് അദ്വൈത ആചാര്യനും മഹാപ്രഭുവിന് കുട ചൂടിക്കൊണ്ട് ശ്രീവാസ് ഠാക്കൂറും സ്ഥിതി ചെയ്യുന്നു. രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രീ ചൈതന്യന് ബ്രഹ്മാവ് മുതലുള്ള ദേവന്മാർ ആരതി നിർവഹിക്കുന്നു. ഇനി അടുത്തത് കിബനരാഹരി ആദി കോരി ചമരദുലായ സഞ്ജയാ മുകുന്ദ വാസു ഘോഷാദിഗായം കിവനരാഹരി ആദി കോരി ചമരദുലായ സഞ്ജയാ മുകുന്ദ വാസു ഘോഷാദിഗായം. ആർക്കെങ്കിലും ചെല്ലാനായിട്ട് പറ്റുമോ മാതാജിക്ക്? ട്യൂണൊന്നും പക്ഷെ ഇല്ലെങ്കിലും എനിക്ക് പറ്റില്ല.
ഏ എനിക്ക് പറ്റില്ല. സാരമില്ല, നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. മാതാജിക്ക് ഗുരുദേവ് രാധികാദേവി മാതാജിക്ക് പറ്റുമോ? ശ്രമിച്ചു നോക്കുന്നോ? ശ്രീരഞ്ജനി മാതാജിക്കോ? എനിക്കതിന്റെ ലിറിക്സ് ഇല്ല, എനിക്ക് തൊണ്ട വയ്യ. ലിറിക്സ് ഇല്ലല്ലോ, പിന്നെ അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നോ? ഗുരുവാരതി, ഗുരു അഷ്ടകം, ഇല്ല, തുളസി ആരതി ഞാൻ കണ്ടുള്ളൂ. ഗൗരാരതി ഞാൻ ഇടാം മാതാജി, ഞാൻ അടുത്ത ദിവസം ഇടാം ഇതാ. ഗൗരാരതി. അല്ല, ആ 25 25 പേജിലുണ്ട്. വൈഷ്ണവ ഗീതങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്തുണ്ട്. ഞാൻ ഇനി ഓൺലൈനിൽ ഞാനത് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അപ്പം അതിന്റെ ഞാൻ അർത്ഥം വായിക്കാം. നരഹരി സർവകാരകനും മറ്റ് സഹവാസികളും ശ്രീ ചൈതന്യൻ ചാമരം വീശുന്നു. സഞ്ജയ പണ്ഡിത, മുകുന്ദദത്ത, വസുഘോഷ തുടങ്ങിയ ഭക്തന്മാർ മധുരതരമായ കീർത്തനം ആലപിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പം കിബനരഹരി ഇതെല്ലാം ഓരോ ഭക്തന്മാരാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് ആണ്. കിബനരഹരി ആദി കോരി ചാമരദുലായ, ബംഗാളിയാണ്. അപ്പൊ ചാമരദുലായ എന്ന് ചാമര വീശുന്നു. സഞ്ജയ മുകുന്ദ വാസു ഘോഷാദിഗായ. അത് സഞ്ജയനും മുകുന്ദനും അതുപോലെ തന്നെ വസുഘോഷും ഒക്കെ ആദിയായിട്ടുള്ളവർ എന്താണ് കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബംഗാളികൾ പഠിക്കാൻ പറ്റും. ഇങ്ങനത്തെ ബംഗാളി സോങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ബംഗാളി പഠിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ശരിയായിക്കൊള്ളും. അടുത്തത് കിബബഹു കോടി ചന്ദ്രാജീനി അതിന് മുമ്പ് ഒരെണ്ണമില്ലേ? ഇതിനു മുമ്പ് ഒരെണ്ണമുണ്ട് പ്രഭു. കിബ സംഘപാതി, അതിന് മുമ്പ് ഒന്നുകൂടെ ഉണ്ട്. സോറി കിബശങ്കാ കിബ ഭാജേ സംഘ ഖണ്ഡാ ഭാജേ ഭാജേ കരതാള മാധുരാമൃദംഗ ഭാജേ പരമരസാലാം. എന്നൊന്ന് നോക്കാം. കിവ ശങ്കാ ഭാജേ ഖണ്ഡാ ഭാജേ ഭാജേ കരതാള മാധുരാമൃദംഗ ഭാജേ പരമരസാലാം. ആർക്കെങ്കിലും പാടണം തോന്നുന്നുണ്ടോ? വായിക്കാനേ പറ്റൂ, പാടാൻ പറ്റത്തില്ല. ഇല്ലല്ലേ? വായിക്കാൻ പറ്റും. എന്നാ മാതാജി വായിച്ചു. ഗദ്യമായി വരും. അതേ ഉള്ളൂ. കിബ ശങ്ക ഭാജേ ഖണ്ഡ ഭാജേ ഭാജേ കരതാള മധുര മൃദംഗ ഭാജേ പരമരസാല. അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലേ? എന്താണ് ശംഖുണ്ട്, അതുപോലെ തന്നെ കരതാളം അല്ലെ, മണികൾ അങ്ങനെയൊക്കെയുള്ള മൃദംഗവും മണികൾ ഒക്കെ നമ്മൾ കരതാളം. കേട്ടല്ലോ. ഇനി ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ്? ശംഖുകൾ, മണികൾ, കരതാളങ്ങൾ എന്നിവ ശബ്ദിക്കുന്നു. മധുരതരമായ മൃദംഗ ശബ്ദം മുഴങ്ങുന്നു. ഈ കീർത്തനം അത്യന്തം ആസ്വാദകരമാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് അല്ലെ? ശംഖുകൾ, മണികൾ, കരതാളങ്ങൾ എന്നിവ ശബ്ദിക്കുന്നു. മധുരതരമായ മൃദംഗം മുഴങ്ങുന്നു. ഈ കീർത്തനം അത്യന്തം ആസ്വാദികരമാണ്. കിബശങ്കാ ഭാജേ ഖണ്ഡ ഭാജേ ഭാജേ കരതാള മാധുരാമൃദംഗ ഭാജേ പരമരസാലാം. ഇനി ഒരെണ്ണോട് എടുത്തിട്ട് നമുക്ക് നിർത്താൻ വേഗം. അടുത്ത് കിബബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്വല ഗളദേ ശിവനമാല കോരേ ചലമാല. കിബബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്വല ഗളദേ ശിവനമാല ഘോരേ ചലമാല. എന്താണ്? മഹാപ്രഭുവിന്റെ മുഖത്തെ അത്യുജ്വല ശോഭ കോടിക്കണക്കിന് ചന്ദ്രന്മാരെ വെല്ലുന്നതാണ്.
അദ്ദേഹം കഴുത്തിലണിഞ്ഞിരിക്കുന്ന വനപുഷ്പമാല്യം ജ്വലിക്കുന്നു. എത്ര സിമ്പിൾ ആണല്ലേ. നമ്മളിത് ബംഗാളിയിൽ നോക്കുമ്പോ ആ ഒരു എന്തൊക്കെയോ ആണെന്ന് നമുക്ക് തോന്നും അല്ലേ. കിബബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്വല ഗേളദേശിവനമാല ഘോരേ ചാലമാല. മനസ്സിലായല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി മാതാജിക്കൊന്ന് വായിക്കാവോ ശ്രീരഞ്ജിനി മാതാജി? അത് വന്നാ അതിനകത്ത് ആ ഉള്ള മാങ്ങയും കൂടെ പെറുക്കി ഇങ്ങോട്ട് വരും. മാങ്ങ ശ്രീരഞ്ജിനി മാതാജിക്ക് ഇത് വായിക്കാൻ പറ്റുമോ? വൈഷ്ണവ ഗീതങ്ങളുണ്ടോ കയ്യില്? അന്ന് സാരമില്ല. നമുക്ക് അപ്പൊ എല്ലാവരും ഇത് ഇത്രയൊന്നും നോക്കിക്കൊണ്ട് വരിക. ഒരു നമ്മളിപ്പോ ഇവിടെ വരെ കിബബഹു കോടി ചന്ദ്രജീനി വരെ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് പോരുക. അപ്പം അപ്പം നമ്മളിത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കാവുന്നേ ഉള്ളൂ. സന്ധ്യയ്ക്ക് ആരതി ചെയ്യുന്ന സമയത്ത്, നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ ആരതി യൂട്യൂബില് പ്ലേ ചെയ്തുകൊണ്ട് അതിന്റെ ലിറിക്സ് തുറന്നു വെക്കുക. ഇത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. ട്യൂണും പഠിക്കും, ലിറിക്സും പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഞാൻ അങ്ങനെ പഠിച്ചത്. സന്ധ്യയ്ക്ക് ആരതി ചെയ്യുന്ന സമയത്ത്, വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ അഗർബത്തി ഇല്ലേ, അഗർബത്തി എടുത്തിട്ട് അഗർബത്തി എടുത്തിട്ട് നമ്മൾ ആരതി വിളക്ക് കത്തിച്ചിട്ട് അഗർബത്തി എടുത്തിട്ട് ഇതിന്റെ യൂട്യൂബില് ഈ ഗൗരാരതി പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഉത്തമഭക്തി രോഹിണി ദേവിദാസ് മാതാജിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്, യൂട്യൂബിൽ പ്ലേ ചെയ്യാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അഗർബത്തി എടുത്തിട്ടെങ്കിലും, അഗർബത്തിയും ദീപവും ഒക്കെ വേണം. അപ്പൊ അഗർബത്തി എടുത്തിട്ടെങ്കിലും ഈ ആരതി നമ്മൾ ചെയ്യണം. സന്ധ്യക്ക് സന്ധ്യ ആരതി എന്നാണ് പറയുന്നത്. ഗൗരാരതി ചൈതന്യ മഹാപ്രഭുവിന്റെ ആരതിയാണ്. നമ്മളിപ്പോ അർത്ഥമൊക്കെ വായിച്ചു നോക്കി മനസ്സിലായല്ലോ. ചൈതന്യ മഹാപ്രഭു ഗൗരാരതി നടിച്ച യൂട്യൂബിലുണ്ട്. ഒരുപാട് പേരുടെ ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ വെക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ട്യൂണ് നല്ല ഇതായിട്ട് തോന്നുന്നെങ്കിൽ അവരുടെ എടുത്ത് വെക്കുക. ആ യൂട്യൂബിൽ ഇത് പ്ലേ ചെയ്തിട്ട് ഈ ലിറിക്സ് അവിടെ വൈഷ്ണവഗീതത്തിൽ എടുത്ത് തുറന്നു വെക്കുക. നമ്മുടെ കയ്യിൽ ഒരു മണി, ഇടത്തെ കയ്യിൽ ഒരു മണിയും വലത്തെ കയ്യിൽ ഒരു അഗർബത്തി കത്തിച്ച്, എന്നിട്ട് നമ്മൾ ഇത് തുറന്നു വെക്കുക. ഈ വൈഷ്ണവ ഗീതങ്ങള് അതിങ്ങനെ മടങ്ങിപ്പോവാ, ബുക്ക് ഇങ്ങനെ മടങ്ങി പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം വേറെ എന്തെങ്കിലും എടുത്ത് അടയാളം ഇങ്ങനെ വെച്ചിട്ട്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അടയാളം വെച്ചിട്ട് നമ്മൾ ഇടത്ത് കയ്യിൽ മണി അടിക്കുക, വലത്ത് കയ്യിൽ ഇങ്ങനെ അഗർബത്തിയും വെച്ചിട്ട് ഈ സോങ് പൊടിവിളക്കിൽ നെയ്വിളക്ക് എടുത്തിട്ട് ഇങ്ങനെ ഭഗവാനെ ഇതാക്കാറുണ്ട്. ഹരേ കൃഷ്ണയെ ചൊല്ലാറുള്ളൂ, അല്ല ആരതി ഒന്നും ചൊല്ലാറില്ല. ഹരേ കൃഷ്ണ മന്ത്രം ഈ അഗർബത്തി കഴിഞ്ഞിട്ട് പിന്നെ കൊടിവിളക്കിലാണ് ചെയ്യേണ്ടത് ആരതി. ആണോ? ഞാൻ പിന്നെ പിന്നെ പുഷ്പമുണ്ട്, ശംഖുണ്ട്, ജലമുണ്ട്. ശംഖിന്റെ അതാണ് ജലം. പിന്നെ എന്താ പറയുന്നത്, ടവലുണ്ട്, പിന്നെ ചാമരവും ഇതെല്ലാം ഉണ്ട്. അത് വലിയ ആൾട്ടറൊക്കെ ഉള്ള അവര് വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ഈ ഒരു 5-6 ഐറ്റങ്ങളുണ്ട് കണ്ടിന്യൂസ്. എന്നോട് ചോദിച്ച ചോദ്യമാണത് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് നരസിംഹ ജയന്തിയുടെ അന്ന് മായാപൂരി എന്നുള്ളത് ഞാൻ വിചാരിച്ച എന്താ ഈ ടവല് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അത് കണ്ടായിരുന്നു അഭിഷേകം. അതെ അല്ലേ. അപ്പൊ വെള്ളം കൊണ്ട് അഭിഷേകം കൊടുത്തു. പിന്നെ അടുത്ത് രണ്ടാമത് പിന്നെ ടവലും കൊണ്ട് അത് തുടയ്ക്കാനുള്ളതാ. ആ ടവലും കൊണ്ട് പിന്നെ ആലവട്ടവും വെഞ്ചാമരവും ഉണ്ട്. വെഞ്ചാമരവും ഉണ്ട്. ആദ്യം നമ്മള് ധൂപം, അത് കഴിഞ്ഞ് ദീപം, അത് കഴിഞ്ഞിട്ട് പുഷ്പം, അത് കഴിഞ്ഞിട്ട് പിന്നെ ജലം, അത് കഴിഞ്ഞ് പിന്നെ ടവല്, ക്ലോത്ത്, പിന്നെ ആലവട്ടം, വെഞ്ചാമരം. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ആരതി ചെയ്യേണ്ടത്. നമ്മുടെ ഞാൻ സാധാരണ ഒരു അഗർബത്തി മാത്രമേ ഉള്ളൂ. ദീപമൊക്കെ ഏതെങ്കിലും ഫെസ്റ്റിവലിന്റെ സമയത്തുള്ളൂ ദീപമുള്ളൂ, അല്ലെങ്കിൽ ദീപവും പുഷ്പവും അത്രേ ഉള്ളൂ. ഡെയിലി ചെയ്യുന്നത് അഗർബത്തി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പ്രത്യേക ഒരു ഫംഗ്ഷനോ അതൊക്കെ വരുന്ന സമയത്ത്, മിക്കവാറും ഫംഗ്ഷൻ വരുമ്പോഴത്തേന് ആരുടെയെങ്കിലും വീടുകളിലായിരിക്കും. അപ്പൊ അവിടെ ഇതെല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ഇല്ല, ആലവട്ടം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് നോർമലായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെക്കാട്ടിലും കൂടുതൽ ഇതിനൊക്കെ കൂടുതലും ഉള്ളല്ലേ പ്രഭു? ഹരേ കൃഷ്ണയുടെ അവിടൊക്കെ ഒരുപാടുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സ്ട്രോങ്. നമ്മൾ അവരുടെ മുമ്പില് നമ്മളൊന്നല്ല, അത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്.
എന്റെ ആങ്ങളുടെ മോളും ഭർത്താവും ഒക്കെ എല്ലാരും അവിടെ ഉണ്ട്. ഇതൊന്നും അവർക്കൊന്നും അറിയത്ത് പോലും ഇല്ലെന്ന് തോന്നുന്നു. ഇതൊന്നും എന്ത് നല്ലത്. അവരൊക്കെ ഈ നോണിന്റെ ആൾക്കാരാ ഒന്നാമത്തെ. ഇതൊന്നും ശ്രദ്ധിക്കാത്തവര്. അത് തന്നെ കുഴപ്പമില്ല മാതാജി, അത് പതുക്കെ ശരിയാകും. നമ്മളൊക്കെ എല്ലാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ, പതുക്കെ വരും. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരല്ലേ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. ഞാൻ കൊച്ചിലെ ഈ മീറ്റ് ഒന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു. ഞാൻ വല്ല ചെറിയ ചെറിയ രീതിയിൽ, മത്സ്യം വളരെ ചെറിയ രീതിയിൽ അത് മീനൊക്കെ എനിക്കിപ്പോ ഒട്ടുമേ തോന്നുന്നു. ഒക്കെ ഉപയോഗിച്ചു. അതിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്, വേറെ മാർഗ്ഗമില്ലാതെ വന്നു കഴിഞ്ഞപ്പോ മറ്റുള്ള ആൾക്കാർ അവിടെ താമസിക്കുമ്പോൾ നമുക്കിത് ബുദ്ധിമുട്ടായ, അപ്പം ബാച്ചിലറായിട്ടല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം മറ്റു പലരും പാചകം ചെയ്യുന്നൊക്കെ കഴിക്കേണ്ടി വന്ന് അങ്ങനെ കഴിച്ചു തുടങ്ങിയതാ. അല്ലാതെ എനിക്കൊരു വലിയ താല്പര്യമൊന്നും ഇതിനോടില്ലായിരുന്നു നേരത്തെ തൊട്ട്. പിന്നെ ഭഗവാനായിട്ട് തന്നെ അത് നിർത്തിച്ചു. അതൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്താ നിങ്ങളോട്. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. അപ്പം ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുപശ്ച കൃപാസന്ധുഭ്യവച്ച പദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंती की जय, नमाचार्य हरिदास ठाकुर की जय, गौर प्रमानंदे, हरि हरि बोल, सर्वं कृष्णार्पणमस्तु.